Praise the Lord. Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹമാണ്. जल्दी जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वतन। കർത്താവ് ഒരു ദിവസം കൂടി കർത്താവിന്റെ വരവിലേക്ക് നമ്മളെ അടുപ്പിച്ചു. आमीन। प्रभु ने हमको और एक दिन उनका आगमन के नजदीक निकट लाया है। നമുക്ക് അറിഞ്ഞുകൂടാ ഏത് സമയം കർത്താവ് വരുമെന്ന്. हम नहीं जानते, लेकिन प्रभु कोई भी पल आ सकता है। എന്നാൽ നാം ഒരുങ്ങിയിരിക്കണം, लेकिन हमें तैयार रहना है, നാം ഉണർന്നിരിക്കണം, हम लोग जागरूक रहना है നാം കാത്തിരിക്കണം. और हमें इंतजार करना है। ഇതെല്ലാം നമ്മുടെ കർത്തവ്യമാണ്. ये सब हमारा जिम्मेदारी है। അതിനാ ദൈവം നമുക്ക് തന്റെ വചനം നൽകിയിരിക്കുന്നത്. इसीलिए तो प्रभु ने उन्होंने अपना वचन दिया है। ഈ വചനത്തിലൂടെയാണ് നമ്മൾ ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം ശരിയായി ചെയ്യേണ്ടത്. और ये वचन के द्वारा हम अपना तैयारी को सब सही रीति से करना है। അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും കൂടി വരുമ്പോൾ നമുക്ക് ലോകകാര്യങ്ങളൊന്നും പറയാനില്ല, ആകപ്പാടെ പറയാനുള്ളത് ഈ തിരുവചനത്തെ കുറിച്ച് മാത്രം. हमें इसके लिए जब भी हम इकट्ठा होते हैं समय में संसार की बातें इधर उधर का बातें बोलने के लिए वक्त नहीं है, सिर्फ प्रभु का वचन को ही हमें बांटने का ही वक्त है। ഈ വചനം നമുക്കൊന്ന് പ്രകാശിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് നിത്യത്തിലേക്ക് വരുന്ന വലിയ ലാഭം. हमें ये वचन अगर हमको प्रकट होकर मिला, उसका प्रकटीकरण हमें मिला, तो अनंतता में बहुत बड़ा लाभ होगा। ഞാൻ അതുകൊണ്ട് ഒരു വാക്യം വായിക്കട്ടെ. इसके लिए मैं एक वाक्य पढ़ना चाहता हूँ। 119-130 119 वचन संगीत Psalms 119 उसका 130 130। നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാകുന്നു. पढ़ेंगे 119 का 130। तेरी बातों के खुलने से प्रकाश होता है, उससे भोले लोग समझ प्राप्त करते हैं। അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ വചനം നമുക്കൊന്ന് പ്രകാശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ബുദ്ധി, വളരെയധികം നമ്മളെ അറിവുള്ളവരാക്കി മാറ്റുന്നു. तो प्रभु का वचन जब हमें प्रकटीकरण होकर मिलता है या प्रकाश होकर मिलता है, तो वो क्या होता है, हम जैसे साधारण लोगों को बुद्धिमान बनाता है। അപ്പോൾ ഈ വചനത്തെ ശരിക്കും ആൾക്കാർക്ക് വേണ്ടും വണ്ണം അത് പ്രകാശിപ്പിച്ച് കിട്ടാത്തത് കൊണ്ട് അതിനെ അവർക്ക് ലാഭമായി എടുക്കാൻ കഴിയില്ല. लेकिन आज क्योंकि वचन को सही रीति का उसका प्रकाश, उसका सही अर्थ प्रकट नहीं होने की वजह से उसका लाभ उनको नहीं मिल रहा। ഇന്ന് ജനങ്ങൾക്ക് ധാരാളം സമയം കിട്ടുന്നുണ്ട്, आज लोगों के पास समय है, എന്നാൽ അവർക്ക് ഈ വചനത്തിന്റെ വില, അതിന്റെ മഹത്വം മനസ്സിലാകാത്തതുകൊണ്ട് അവർ ഈ വചനത്തെ ധാരാളം പ്രാപിക്കുന്നില്ല. लेकिन वो उनको वचन का मूल्यता का महत्व नहीं समझने की वजह से उसके अंदर का जो कीमती बातें हैं वो उनको समझ में नहीं आ रहा। ഈ വചനത്തിലൂടെ നമുക്ക് ആഴമായ ആത്മീയ സത്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. क्योंकि ये वचन के द्वारा हमको आत्मिक गहराई की बातें हमको समझ में आएगा। അപ്പൊ അത് ഈ വചനം നമുക്ക് അതിനെ പ്രകാശിപ്പിച്ച് കിട്ടണം. उसके लिए वचन हमको प्रकाशित होना है। അപ്പോൾ നമ്മൾ കൂടി വരുമ്പോഴൊക്കെ ആ വചനത്തിന്റെ പ്രകാശനങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. इसके लिए जब भी हम इकट्ठा होते हैं समय में वो वचन से मिला हुआ वो प्रकाश का आनंद को हम बांट रहे हैं। നമുക്കറിയാം ഈ 119 സങ്കീർത്തനം വചനത്തെ, അതിന്റെ മഹത്വത്തെ ഒരുപാട് വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. हम लोग 119 भजन संगीता का अगर हम लोग पूरा पढ़ेंगे तो उसमें वचन को बहुत मूल्यता देते हुए, वचन को बहुत महत्वपूर्ण देते हुए बहुत से बातें बोला। इसलिए समय मिलेगा तो 119 भजन संगीता पढ़ना। ഞാൻ ഈ വചനം തരുന്ന അറിവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ 98 മുതൽ 104 വരെ വായിക്കുന്ന കാര്യത്തിൽ 5 കൂട്ടം കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു. तो उसका 98 से लेकर 104 98 से लेकर 104 तक में वचन का मूल्यता के बारे में 5 बातें बताया है। അപ്പൊ ഈ വചനം നമുക്ക് തരുന്ന പ്രത്യേക അറിവുകളെ കുറിച്ച്, तो यानी कि वचन जो है हमको जो जानकारी देता है उसके बारे में है। നമ്മൾ അതിന്റെ 98 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അത് ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കുന്നു. उसमें 98 में जब पढ़ते समय में मुझे शत्रुओं से भी अधिक बुद्धिमान बनाता है। നോക്കണം, അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ അനേക ശത്രുക്കളുണ്ട്. इस दुनिया में हमें बहुत सारे शत्रु है, അപ്പോൾ ആ ശത്രുക്കളെക്കാളും നമ്മളെ ബുദ്ധിമാനാക്കുന്നത് തിരുവചനമാണ്. और शत्रुओं से भी बुद्धिमान बनाता है प्रभु का वचन है। വീണ്ടും നമ്മൾ വായിക്കുന്നത് അതിന്റെ 99 അവസാന ഭാഗത്ത് വായിക്കുന്നത് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. അപ്പൊ ഈ വചനം നമ്മളെ ഈ ലോകപരമായിരിക്കുന്ന നമ്മളെ അഭ്യസിപ്പിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെക്കാളും നമ്മൾ ബുദ്ധിമാന്മാരാകും. उसका 99 में 99 में हम पढ़ते समय में सारे गुरुओं से मुझे ज्यादा समझ देता है। मतलब इस संसार में जो भी ज्यादा गुरु है, जो बुद्धिमान समझते हैं, उन लोग से भी ज्यादा बुद्धि और समझ ये वचन देता है। അതെത്ര ശരിയാ? वो कितना सही है ना। ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലും ഈ വചനം എത്ര കൃത്യമാണെന്ന് മനസ്സിലാക്കി. हाँ, जब ये वचन पढ़ते समय में इस वचन का अनुभव मेरे जीवन का जब मैं देखते समय में वो कितना सच है करके मुझे मालूम पड़ता है। എന്നെ കോളേജിൽ പഠിപ്പിച്ച ഒരു ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ, मुझे कॉलेज में सिखाया हुआ डोमिनिक नाम का एक सर था। അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ उनको जब मैं एक दिन मिला, ഞാൻ ചോദിച്ചു, സാറ് രക്ഷിക്കപ്പെട്ടോ? मैं सर को पूछा, सर आप उद्धार पाए क्या? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. तो वो उनको नहीं समझ में आया। വീണ്ടും ഞാൻ ചോദിച്ചു, സാറ് വീട്ടിൽ ജനിച്ചോ? मैं फिर पूछा, सर आप नया जन्म पाया क्या? അതും പുള്ളിക്ക് മനസ്സിലായി. वो नहीं समझ में आया। അപ്പൊ താനൊരു കോളേജ് അധ്യാപകനാണ്. तो वो एक कॉलेज का प्रोफेसर है। എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുന്നത്
ടോമി നീ എന്നാ വിചാരിക്കുന്നത് എനിക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അറിവില്ലെന്നാണോ? तो फिर उन्होंने मुझे पूछा, ए टॉमी तुझे क्या लगता है कि मुझे बाइबल के बारे में कुछ जानकारी नहीं है, ऐसा है क्या? ഞാൻ പറഞ്ഞു സാറേ ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ലല്ലോ. तो मैंने कहा सर मैंने तो ऐसा कभी नहीं कहा. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷ കർത്താവിനെ സാറിന് പ്രാപിക്കാൻ കഴിഞ്ഞാന്ന് ചോദിച്ചേ. मैंने तो सिर्फ प्रभु यीशु मसीह के द्वारा आपको उद्धार मिला कि नहीं, बस इतना ही पूछा मैंने. അപ്പോൾ താൻ പറയുന്നത് എടാ നമ്മളൊക്കെ പണ്ട് മുതലേ ക്രിസ്ത്യാനികളല്ലേ? तो वो बोलने लगा, अरे मैं तो बचपन से ही मसीही हूँ ना. മാത്രമല്ല केवल उतना ही नहीं, ഞാൻ ഈ ഓശാന ബൈബിള് പരിഭാഷപ്പെടുത്തുന്ന ആ കൂട്ടത്തിൽ ഒരാൾ കൂടെയാണ്. हाँ तो मैं ये होसाना बाइबल यानी कि जो कैथलिक बाइबल है, जो उनका अलग का बाइबल है, वो बाइबल को परिभाषा करने में भी मेरा सहयोग है. ഞാൻ പറഞ്ഞു സാറേ ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. मैंने कहा सर ये सब सही है, പക്ഷെ സാർ വീണ്ടും ജനിച്ചോ? लेकिन सर आप दोबारा जन्म पाए क्या? സാറ് രക്ഷിക്കപ്പെട്ടോ? आप उद्धार पाया क्या? അവസാനം അതിനെക്കുറിച്ച് കുറെ നേരം സംസാരിക്കേണ്ടി വന്നു. उसके वजह से थोड़ी देर मुझे उनके साथ वो विषय में बात करना पड़ा. അപ്പൊ നോക്കുക, നമ്മള് അദ്ദേഹത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാ. പക്ഷേ വീണ്ടും ജന്മം അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. तो मुझे उस गुरु से, उस सर से मैंने बहुत से बातें सीखा जरूर था, लेकिन आत्मिक बातें, नया जन्म की बात, उद्धार की बातें मुझे उनको बताना पड़ा. അതാരാണ് നമ്മുടെ ഈ നിലയിലാക്കിയത്? इस तरह हमें काबिल कौन बनाया है? ദൈവവചനം, परमेश्वर का वचन. ഈ വചനം നമ്മൾ അറിയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ എത്രയോ വലിയ വലിയ പിന്നെ അധികാരികളെ കാണുന്നു, ഉന്നതന്മാരെ കാണുന്നു. അവരോട് ഇന്ന് നിങ്ങൾ മരിച്ചാൽ എവിടെയെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടല്ലോ. आज हमें संसार में जब हम जीते समय बहुत से बड़े बड़े अधिकारियों के सामने हमें आना पड़ता है, उनके साथ वार्तालाप करना पड़ता है. तो बात करते समय में जब हम उनको पूछेंगे, सर अगर हम मर जाएंगे तो किधर जाएंगे, उनके पास जवाब नहीं रहता. അപ്പോൾ അവര് ചിലപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും. और फिर वो लोग उल्टा हमसे पूछेंगे, അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് പറയും ഞാനിന്ന് മരിച്ചാൽ കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കും. तो हम बोल धैर्य से हम लोग बोल पाएंगे, क्योंकि आज मैं यदि अब मरा तो मैं प्रभु के साथ स्वर्ग में रहूंगा. അതെന്താ ഒരു നിഗളമാണോ? तो वो एक कोई घमंड है क्या? അത് നമ്മുടെ അഹങ്കാരമാണോ? वो हमारा अहंकार है क्या? അല്ല പ്രിയമുള്ളവരെ, कभी नहीं प्रियो. അത് നമ്മൾ കർത്താവുമായിട്ടുള്ള ആ റിലേഷനിൽ നമുക്ക് വചനത്തിലൂടെ ലഭിച്ച ഉറപ്പാ. आमीन. बल्कि वो मुझे प्रभु के साथ का जो रिश्ता के वजह से, उस रिश्ता की वजह से जो पक्का भरोसा या आश्रय की वजह से, वो पक्का अनुभव का विषय का एक पक्का बात है वो. കാരണം ഈ വചനം എന്ത് പറയുന്നു അതെല്ലാം സത്യമാണ്. क्योंकि ये वचन जो भी कहता है वो एकदम सत्य है. ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞോട്ടെ, ആ 119ന്റെ 140 വായിക്കുന്നത്, उसके इसी के बीच में मैं एक वाक्य पढ़ना चाहता हूँ. 119 का 140 में ही നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. पढ़ेंगे 119 का 140 यार. तेरा वचन पूरी रीति से ताया हुआ है, इसलिए तेरा दास उससे प्रीति रखता हाँ, है. मैं आपका दास हूँ प्रभु, वचन को मैं प्रीति रखता हूँ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നമുക്ക് വചനം പ്രിയമാണ്? क्योंकि ये वचन हमारे लिए क्यों इतना प्रिय है? അത് അതിവിശുദ്ധമാണ്. क्योंकि एकदम अति पवित्र है, ताया हुआ है. അയ്യോ, അതിന്റെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അശുദ്ധിയുമില്ല, യാതൊരു തെറ്റുമില്ല, അതിൽ യാതൊരു കുറവുമില്ല, അത് പൂർണ്ണമാണെന്നുള്ളതാണ്. क्योंकि उसमें कोई कमी नहीं, कोई गति नहीं, बल्कि संपूर्ण है. എത്ര വലുതാണല്ലേ? कितना बड़ी बात है ना. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടു, നമ്മുടെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാന്മാരാക്കുന്നു, നമ്മുടെ ഗുരുക്കന്മാരെക്കാൾ നമ്മളെ ബുദ്ധിമാനാക്കുന്നു. हाँ, तो हमने अभी पढ़ा कि वो हमें हमारे शत्रुओं से भी बुद्धिमान बनाता है और हमारे गुरुओं से भी हमें बुद्धिमान बनाता है. മാത്രമല്ല അതിന്റെ 100ാം വാക്യത്തിന്റെ അവസാനം വായിക്കുന്നു, വയോധികന്മാരിലും വിവേകമേറിയവനാക്കുന്നു. उसका सौ पढ़ेंगे. मैं पुरनियों से भी समझदार हूँ. हाँ, पूर्णियों से भी, मतलब जो प्राचीन लोग हैं, जो ज्यादा बुजुर्ग और जिनको ज्यादा ज्ञान है संसार, उनसे भी ज्यादा बुद्धिमान बन जाता हूँ. സത്യമല്ലേ? क्या ये सत्य नहीं है क्या? ഞാൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ये सब बातों को अनुभव किया वो बात है मैं. ക്योंकि ഞാൻ പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരിക്കൽ പഞ്ചാബില് സാക്ഷ്യം പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു 70 വയസ്സിന് മേലെയുള്ള ഒരു കൂട്ടം 10-40 പേര്, അതിന്റെ ഉപദേശം കൊടുക്കുന്ന അദ്ദേഹത്തിന് ഒരു 85 വയസ്സിൽ കുറയാതെ ഉണ്ട്. हाँ, तो उधर जब मैं पंजाब में जब मैं था, तो उधर जब मैं सुसमाचार बांटने के लिए जब गया था, उधर मैंने एक झुंड को देखा, एक लोगों को देखा. उधर लगभग 70 के ऊपर से उम्र के बैठे, एक साथ बैठे हुए लोग थे. उसमें से भी सबसे बड़ा प्राचीन एक बुजुर्ग आदमी था, जो लगभग 80-85 के ऊपर, लगभग उतना उम्र तो रहेगा, वो लोगों को उपदेश दे रहा था. അപ്പോൾ അദ്ദേഹം അവരോട് പോയി വചനം പറയണ്ടേ. उनके बीच में जाकर मुझे वचन बोलने का मौका मिला. അപ്പോൾ അതിൽ ഈ ഉപദേശം കൊടുക്കുന്ന ആള് വളരെ പ്രസിദ്ധനും വളരെ ജ്ഞാനിയുമായിട്ട് അറിയപ്പെടുന്നത്. हाँ, तो वो जो बुजुर्ग, जो 85 से भी जो सबसे ज्यादा उम्र वाला जो ज्ञानी था, वो ज्ञानवान व्यक्ति जब उधर जो बात कर रहा था, उनका ज्ञान, वो बहुत बड़ा इज्जतदार और ज्ञानी व्यक्ति है वो गांव के बीच में. जैसे वो आदमी को बहुत लोग जानते भी है. എന്നാൽ അവരോട് ഈ വചനം പറയുവാനും
അവര് ഇന്നുവരെ പോകുന്ന ആ വഴി തെറ്റാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ കർത്താവ് സഹായിച്ചു. लेकिन वो लोग उन लोगों को प्रभु का वचन को प्रकट करके और जो रास्ते में वो लोग चल रहे वो गलत है, ये बात उनको समझा के देने का मौका प्रभु ने मुझे दिया. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, बहुत कम समय में. ദൈവമക്കളെ, ये प्रिय, इसलिए देखो ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ അവസ്ഥ എത്ര ശ്രേഷ്ഠമാണ്. इसलिए प्रभु का वचन के द्वारा हमारा अवस्था, हमारे प्रभु की ओर का हमारा परिणाम देखो क्या अवस्था, कितना महान बात है. ഈ ലോകത്തിലെ കോളേജ് ഡിഗ്രികളൊന്നും പ്രാപിച്ചിട്ടല്ല, ये संसार का कोई भी कॉलेज डिग्री प्राप्त करके नहीं मैं ये कर रहा हूँ. ഇത് തിരുവചനത്തിലൂടെ കാര്യം. ये सिर्फ प्रभु का वचन के द्वारा हुआ. ഈ വചനം നമ്മുടെ പക്കലില്ലെങ്കിൽ നമുക്ക് ഇവരോടൊന്നും പറയാനായിട്ട് കഴിയും. अगर ये वचन हमारे पास नहीं है तो ये कुछ भी हम बोल नहीं पाएंगे. വീണ്ടും നമ്മൾ നാലാമത് കാണുന്നത് അതിന്റെ 101 അവസാന ഭാഗത്ത് സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ വചനം. 101 पढ़ेंगे. मैंने अपने पाँवों को हर एक बुरे रास्ते से रोक रखा है. तो ये मैं अपने काम में अपने पैरों को हर एक बुरे कामों से मैंने रोके रखने का कारण क्या है? वचन का ज्ञान मेरे अंदर मिलने की वजह से, यानी कि हर बुरे रास्ते से ये वचन मुझे बचाता है. ഇവിടെ ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഈ വചനത്തിന്റെ പ്രകാശനം ആവശ്യമാണ്. क्योंकि एक सच्चा पवित्र जीवन जीना है तो ये वचन का प्रकटीकरण का जरूरत है हमें. ഇന്നും പൊതുവെ ആൾക്കാർക്ക് വചനം അറിയാന്നൊക്കെ പറയുന്നെങ്കിലും അവര് ഈ തെറ്റായ മാർഗങ്ങളെ വിട്ട് ജീവിക്കുന്നില്ല എങ്കിൽ അവർ ആ വചനത്തെ അറിയണവർ അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. आज स्वाभाविक रीति से लोग बोलते हैं कि हमें वचन अच्छी तरह से मालूम है, लेकिन जो दुष्ट मार्गों से, बुरे मार्गों से अगर वो लोग हटकर जी नहीं सकते तो मतलब क्या है? अभी तक उनको वचन सही रीति से समझा नहीं है. എന്നിട്ട് അഞ്ചാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഭാഗം വിടുകയാണ്. और पांचवा बात भी बताकर ये बात को मैं हटाना चाहता हूँ. അതിന്റെ 104 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ഈ വചനം പ്രമാണിക്കുന്നതിലൂടെ ഞാൻ വിവേകമുള്ളവനാകുന്നു. 104 पढ़ेंगे. तेरे उपदेशों के कारण मैं समझदार हो हाँ, जाता तेरे हूँ. उपदेशों के कारण, वचन के कारण मैं समझदार हो गया हूँ. എത്ര വലിയ കാര്യമല്ലേ? कितना बड़ी बात है ना. ഞാൻ വിവേകമുള്ളവനാകുന്നു. मैं समझदार हो गया. ഇവിടെ നമുക്ക് സകല കാര്യങ്ങളെയും വിവേചറിഞ്ഞുകൊണ്ട് ഒരു വിവേകമുള്ളവനായി ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയണം. हमें सब बातों को समझकर समझदारी से काम करना जरूरी है. വചനം എത്ര ശ്രേഷ്ഠമാണ്. इसलिए वचन उसको मदद करता है, कितना श्रेष्ठ है. അതിന്റെ 127 വായിക്കുന്നു, അത് എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാണ്. वो उसका 127 पढ़ेंगे. वो मुझे सोने से भी बहुत मूल्यवान है. इस कारण मैं तेरी आज्ञाओं को हाँ. सोने से वरन कुंदन से भी अधिक प्रिय मानता हूँ. അപ്പോൾ ഇതൊക്കെ ഈ വചനത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, इस वचन का मूल्यता और महानता को समझने के बाद നമുക്ക് അതിരാവിലെ എഴുതിട്ട് അന്വേഷിക്കുവാൻ നമുക്ക് സന്തോഷം ये തോന്നും. समय सवेरे सवेरे उठकर इसको खोजने के लिए एक बहुत बड़ा आनंद मिलेगा. അതേ സങ്കീർത്തനത്തിന്റെ 148 വായിക്കുന്നു, എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനറിയോ? തിരുവചനം ധ്യാനിക്കേണ്ടത്. ഈ തിരുവചനത്തിൽ ഉള്ള ധ്യാനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ 147 വായിച്ചാൽ ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥിച്ചിട്ട് ഈ ദൈവവചനത്തില് അതിന്റെ പ്രകാശനം പ്രാപിക്കുവാനായിട്ട് ഞാൻ ഈ വചനത്തെ ഞാൻ ധ്യാനിക്കുന്നു. पहला 148 पढ़ेंगे. मेरी आंखें रात के एक एक पहर से पहले खुल गई हाँ. कि मैं तेरे वचन पर ध्यान करूं. हाँ, तो मैं रात भर प्रभु का वचन को ध्यान करता रहता. और फिर उसके बाद 147 मैंने पाँव फटने से पहले दोहाई दी. हाँ. मेरी आशा तेरे वचनों पर थी. हाँ, तो मतलब क्या, मैं सवेरे उठकर भी, मतलब मैं रात भर भी वचन को मनन किया और सवेरे भी मेरा मनन का विषय वचन ही है. Praise the Lord. मैं ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോ? आज सवेरे उठकर हमको प्रार्थना करने का मौका मिला क्या? ഈ ദൈവവചനത്തിന്റെ ശരിയായ പ്രകാശനം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ഉത്സാഹം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടോ? क्या ये प्रभु का वचन का सही रीति का अर्थ हम समझकर प्रभु को धन्यवाद देने का मौका मिला क्या? ദൈവമക്കളെ, നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. इसलिए हे प्रिय, हम लोग बहुत भाग्यशाली लोग हैं. കാരണം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ ദൈവം നമുക്ക് എത്തിച്ചു തന്നു. मैं स्वर्ग में स्थिर रहने वाला परमेश्वर का ये वचन को हमें अपने ही भाषा में हमको प्रकट होकर मिला. അതെത്ര വലിയ കാര്യമാണ്. बहुत बड़ी बात है. നമുക്ക് ദൈവത്തിന്റെ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. हमारे विषय में परमेश्वर का हमारा हृदय परमेश्वर की ओर खुला रहना चाहिए. അപ്പോൾ രക്ഷിക്കപ്പെട്ട നമുക്ക് ഇന്ന് നിത്യതയുടെ ദർശനത്തിലാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. इसलिए हम जो उद्धार पाए, नए जन्म पाए हुए लोग हमेशा अनंतता के विषय में लक्ष्य बनाए रखना है. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തന്റെ പ്രവൃത്തികളുമായിട്ട് എന്തെങ്കിലും വലിയ ബന്ധമുണ്ടോ? तो एक नया जन्म पाया हुआ विश्वासी, उसके क्रियाओं के साथ कुछ रिश्ता है क्या? കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, ഇനി നമുക്കൊന്നും പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അങ്ങ് എത്തുമല്ലോ എന്നുള്ള ഇതില് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം നയിക്കുന്ന അനേകരുണ്ട്. तो लेकिन आज बहुत से विश्वासियों को मैंने देखा है, उनका अवस्था क्या है? नया जन्म तो पा लिया है ना, अभी कैसा भी
कि हम स्वर्ग में पहुंच जाएंगे बोलकर इस रीति से नया क्रिया प्रभु की और जो क्रिया की बातें जो वचन के आधार पर है उसमें वो लोग बोधेवान ना होकर एक हल्का जिंदगी जीते हैं। നമ്മളെ വിലപ്പെട്ട സമയം പ്രിയമുള്ളവരെ, നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. क्योंकि हमें दिया हुआ जिम्मेदारी दिया, प्रभु ने हमको जो दिया हुआ जिम्मेदारी के विषय में, जो काम हमको सौंपा हुआ विषय में हमें बहुत ही जागरूक रहना है। നിശ്ചയമായും ഓരോ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും കർത്താവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചതുപോലെ വളരെ ഉത്തരവാദിത്തോടു കൂടി അയക്കപ്പെട്ടവരാണെന്ന് യോഹന്നാൻ 17:18 20:21 എഴുതി വെച്ചിട്ടുണ്ട്. क्योंकि यूहन्ना 17:18 और यूहन्ना 20:21 में हम देखते हैं कि हम सब लोगों को इस दुनिया में जब प्रभु ने विश्वासियों को एक जिम्मेदारी दिया है, എങ്ങനെ പിതാവ് പുത്രനെ അയച്ചോ അതുപോലെ കർത്താവ് പറഞ്ഞത്. അതിന് നമുക്ക് ഒരു വാക്യം വേണേ വായിക്കാം. യോഹന്നാൻ 20:21 വായിക്കാം. इसका यूहन्ना 20:21 में जिस तरह परमेश्वर ने पिता को भेजा है उस तरह हमें पिता ने पुत्र को भेजा है, उसी तरह हमें भी दुनिया में भेजा गया है। भले एक जिम्मेदारी का विषय है, वहां पर हम देखते हैं 20:21 तुम्हें शांति मिले, जैसे पिता ने मुझे भेजा है वैसे ही मैं भी तुम्हें भेजता हूँ. ശ്രദ്ധിച്ചോ, പിതാവ് എന്നെ അയച്ചതുപോലെ जिस तरह पिता ने मुझे भेजा है ഞാൻ നിങ്ങളെ അയക്കുന്നു, उसी तरह मैं तुम्हें भी भेजता हूँ. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട കർത്താവ് വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാവരും കർത്താവിനാൽ അയക്കപ്പെട്ട ഉത്തരവാദിത്വമുള്ള ജനമാണ് എന്ന കാര്യം മറക്കരുത്. इसके लिए एक विश्वासी कभी ना भूले कि क्योंकि वो प्रभु की ओर से बुलाया हुआ है, चुना हुआ है, उद्धार पाया है, प्रभु की ओर से भेजा हुआ है, एक जिम्मेदार विश्वासी है, ये बात नहीं भूलना. അപ്പോൾ രക്ഷിക്കപ്പെട്ട നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ? तो इसलिए नया जन्म पाए हुए हम लोग या उद्धार पाए हुए हम लोगों का क्या क्रिया है? क्या നമ്മള് രക്ഷിക്കപ്പെടാൻ വേണ്ടി അല്ല പ്രവർത്തിച്ചേ. हम लोग उद्धार पाने के लिए नहीं हमने क्रिया किया है. നമ്മള് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. हाँ, लेकिन क्योंकि हम लोग उद्धार हो गया है इसके लिए हम क्रिया करते हैं. രക്ഷിക്കപ്പെട്ട നമുക്ക് പ്രവൃത്തി ഉണ്ട്. हाँ, नया जन्म पाए हुए हम लोगों को क्रिया है. നമുക്ക് ഞാൻ ഒരു 3 വാക്യം ഇന്നലെ വായിച്ചവർ ആദ്യമായിട്ട് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. तो उसके आधार पर मैं सबसे पहले जैसा कल भी पढ़ा है आज भी मैं 3 वाक्य में आप लोगों को पढ़ाना चाहता हूँ. ഒന്ന് എഫെസ്യർ 2:10 एफेसियों का पुस्तक 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. 2:10 पढ़ेंगे. हम उसके बनाए हुए हैं और मसीह यीशु में इन भले कामों के लिए सृजे गए जिन्हें परमेश्वर ने पहले से हमारे करने के लिए तैयार किया. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ച് ദൈവവചനം കൃത്യമായി പറയുന്നു, നാം സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. हम जो छुटकारा पाए हुए लोग हैं, हम सब लोगों ने प्रभु ने परमेश्वर ने भला कार्य के लिए सृजा गए हैं. ദൈവമേ, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ല പ്രവൃത്തികൾ എന്താണെന്ന് അറിഞ്ഞ് അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നിത്യതയിൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാവും. इसके लिए हमारे विषय में प्रभु ने हमारे लिए जो भला कार्य दिया हुआ वो उस नियुक्ति के बारे में अगर हमको सही रीति से मालूम नहीं पड़ा तो अनंतता में बहुत बड़ा हानि उठाना पड़ेगा. ഇനി അടുത്തൊരു വാക്യം, दूसरा वाक्य मैं पढ़ना चाहता हूँ. വെളിപ്പാട് 19:7-8 रेवलेशन प्रकटीकरण का पुस्तक 19वां अध्याय 7 और 8. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. प्रकटीकरण का पुस्तक 19वां अध्याय 7 और 8. आओ हम आनंदित और मगन हो और उसकी स्तुति करें, क्योंकि मेमने का विवाह आ पहुंचा है और उसकी दुल्हन ने अपने आप को तैयार कर लिया है. उसको शुद्ध और चमकदार महिम मलमल पहनने का अधिकार दिया गया, क्योंकि उस महिम मलमल का पवित्र लोग के धर्म के काम है. तो वो पवित्र जनों का धार्मिकता का कार्य है. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, इसलिए एक बात समझना है, നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ വിശുദ്ധ വസ്ത്രം എന്താണ്? तो हमें मिलने वाला जो पवित्र वस्त्र वो क्या है? നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ആ നീതിയുടെ പ്രവൃത്തികളാണ്. हमें इस दुनिया में हम जब जीते समय में प्रभु ने हमको दिया हुआ या सौंपा हुआ वो धार्मिकता के कार्य है. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? इसलिए हम तब क्या कर रहे हैं? ഓരോ ദിവസവും നമ്മുടെ വിശുദ്ധ വസ്ത്രം നമ്മൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. एक एक दिन हम अपने ये पवित्र वस्त्र को हम खुद सिला रहे हैं. Praise the Lord. Praise the Lord. നമ്മൾ ഇതിനെ പണിയുന്നുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ഇതിനെ നെയ്തെടുക്കുന്നുണ്ടോ? നമുക്ക് തന്നെ പണിയാനുള്ളതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. इसलिए मैं आपको पूछना चाहता हूँ, क्या वास्तव में हम इसे सी रहे हैं क्या, सिला रहे हैं क्या? क्योंकि हमें करने वाला बात है ये. അപ്പോൾ നമുക്ക് നീതി വസ്ത്രം, നമുക്ക് ഈ വിശുദ്ധമായ വസ്ത്രം നെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവൃത്തികളുടെ വേറൊരു പ്രയോജനം കൂടെ ഉണ്ട്. हाँ, तो ये पवित्र वस्त्रों को जब हम सिलाते समय में यानी कि जो पवित्रता का कार्य
धार्मिकता का कार्य हम जब करते हैं समय में, इसका और एक फायदा भी है। എന്താണെന്നറിയാമോ? वो क्या है? അതാണ് അടുത്ത മൂന്നാമത്തെ വാക്യം. वही है तीसरा वाक्य, അതേ അധ്യായം 22-ാം അധ്യായത്തിൽ വെളിപ്പാട് 22-ന്റെ-12. प्रकटीकरण का पुस्तक 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവരവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. हाँ, प्रकटीकरण 22:12 पढ़ेंगे। देख मैं शीघ्र आने वाला हूँ और हरेक के काम के अनुसार बदला देने के लिए प्रतिफल मेरे पास है. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലവുമുണ്ട്. उसके लिए हम लोग जो करने वाला, हम जो क्रियाओं को उसके हिसाब से प्रतिफल भी है। ദൈവമക്കളെ, നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ച ആ പ്രവൃത്തികൾ നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യണം. इसके लिए हमें एक एक दिन हमें मिला हुआ वो क्रिया को उसको एकदम ध्यान पूर्वक एकदम समझदारी से करना है. നമുക്കറിയാം, നമ്മള് വിളിച്ച് വേർതിരിക്കപ്പെട്ട തന്റെ ജനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന്. हाँ, क्योंकि प्रभु ने जिन लोगों को बुलाकर अलग किए हैं उन लोगों के विषय में प्रभु कहता है तुम जगत के ज्योति हो. അപ്പോൾ നമ്മള് ലോകത്തിന്റെ വെളിച്ചമാകുന്നത് എങ്ങനെയാണ്? तो हम जगत के ज्योति किस तरह बन जाते हैं? നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വല്ല പെട്രോൾ മാക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ടോർച്ച് വല്ല പിടിച്ചിട്ടാണോ പോണേ? क्या हम लोग किधर भी जाते समय में बहुत बड़ा दीपक या कोई टॉर्च या कैंडल लेकर जाते हैं, ऐसा है क्या? അല്ല. कभी नहीं. പിന്നെ എങ്ങനെയാണ് ദൈവം നമ്മളെ तो വെളിച്ചമാക്കിയിരിക്കുന്നത്? फिर किस तरह हमें जगत का ज्योति बनाया है प्रभु ने? കാരണം കർത്താവ് ലോകത്തിന് വെളിച്ചമായിരുന്നു. क्योंकि प्रभु जब इस दुनिया में था वो जगत के ज्योति थे. അപ്പോൾ ആ വെളിച്ചം എങ്ങനെ ലോകത്തിന് പകർന്നോ അതുപോലെ നമ്മളും ഈ ലോകത്തിന് ഈ വെളിച്ചം പകർന്നു. तो जिस तरह प्रभु इस दुनिया में जीते समय में वो जगत का ज्योति के रूप में ज्योति फैलाता था, उसी तरह हमें भी फैलाना है. കർത്താവ് നഫ്താലി നെബ്ലൂൻ ദേശത്തോടെ പോയപ്പോൾ അവിടെ ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. അവിടെ വെളിച്ചം കാണുവാനായിട്ട് എന്താ കണ്ടത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി പ്രവൃത്തികളാണ്. तो वहां पर जब प्रभु नफ्ताली और जबूलून देशों में उधर के यात्रा करते समय में उस नगर के लोगों ने जो अंधकार में फंसे थे, उन लोग ने बहुत बड़ा ज्योति को देखा करके गवाह वचन हम वहां पर देखते. तो उधर लोग ने, प्रभु ने क्या किया? प्रभु ने उधर धार्मिकता का कार्य किया. അവിടെ പിതാവ് തന്ന വചനം ജനത്തിന് കൊടുത്തു. यानी कि पिता परमेश्वर ने जो यीशु को वचन दिया वो प्रभु ने जाके बांटा. നോക്കണേ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിച്ചമായി ലോകത്തിന് ശോഭിക്കണമെങ്കിൽ, इसके लिए अगर हम इस दुनिया में अगर हमें प्रकाशमय होना है तो എങ്ങനെയാണ് കഴിയുന്നത്? वो कैसा होगा? നമുക്കറിയാം, നമ്മള് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ फिलिपियों का पुस्तक 2:15 में जब हम पढ़ते हैं, ഈ ലോകത്തിന്റെ മധ്യത്തിൽ നമുക്ക് എങ്ങനെ വെളിച്ചമായി നാം ശോഭിക്കുന്നു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. इस दुनिया में किस तरह हमें ज्योतिमय होकर चमकना है करके उसमें वहां पर दिखा है. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. हाँ, उसका पढ़ेंगे. तुम निर्दोष और भोले होकर हाँ। टेढ़े और हठीले लोगों के बीच परमेश्वर के निष्कलंक संतान बने रहो, हाँ। जिनके बीच में तुम जीवन का वचन लिए हुए हाँ। जगत में जलते दीपकों के समान दिखाई देते हो. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ കഴിയുന്നത്? किस तरह हम लोग ज्योतिमय प्रकाशित हो सकते हैं? നാം ഈ വക്രതയും ഓട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ജ്യോതിസ് പോലെ വിളങ്ങും. तो इस हटीले और ये दुष्ट संसार के बीच में, वंश के बीच में प्रभु का वचन को पालन करते हुए, जीवन का वचन को थामे हुए निर्दोष और निष्कलंक रूप में हमें जीना है. നമ്മൾ പ്രമാണിക്കണം. हमें उस वचन को मानना है. അപ്പോൾ നമ്മൾ ആ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, जब हम वचन को मानते हैं ഉടനെ നമ്മളെ ഈ ലോകത്തിന് ദൈവത്തിന്റെ വെളിച്ചമായി കാണുവാൻ കഴിയും. तो अभी तुरंत ये संसार को हम परमेश्वर के ज्योति के समान हमें देखने को मिलेगा. അത് തന്നെയല്ലേ കർത്താവ് അവിടെ മത്തായി 5:16 പറഞ്ഞു. वही प्रभु ने मत्ती का सुसमाचार 5:16 में भी प्रभु ने कहा, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. 5:16 पढ़ेंगे. उसी प्रकार तुम्हारा उजियाला मनुष्य के सामने चमके कि वे तुम्हारे भले कामों को देखकर तुम्हारे पिता की जो स्वर्ग में है बड़ाई करें. എത്ര വിലപ്പെട്ട കാര്യമാണ്! कितना मूल्यवान बात है ना. അപ്പൊ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എന്താണ്? അത് മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാണ്. तो हमें हमारा भला कार्य क्या है? वो दूसरों के लिए ज्योति है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, इसलिए हमारे जीवन में हम वचन सुनते हैं, നമ്മൾ വചനം പറയുന്നുണ്ട്, हम लोग वचन बोलते हैं, എന്നാൽ എത്രമാത്രം നമ്മൾ പ്രമാണിക്കുന്നുണ്ട്? लेकिन उसको कितना हम मानने को हो रहा है. നമ്മള് അത് പ്രമാണിക്കുന്നത് നമുക്കറിയാം. വെളിപ്പാട് 22:7 കർത്താവ് പറഞ്ഞു, यही बात हम प्रकटीकरण का पुस्तक 22:7 में प्रभु कहता है, ഇതാ ഞാൻ വേഗം വരുന്നു,
ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. हाँ, उसका 22 का 7 पढ़ेंगे प्रकटीकरण। देख मैं शीघ्र आने वाला हूँ, धन्य है वह जो इस पुस्तक की भविष्यवाणी की बातें मानता है. അപ്പോൾ ഈ പ്രവചനത്തിലെ ഈ പുസ്തകത്തിലെ വചനങ്ങളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. इसके लिए इस वचन के भविष्यवाणी की बातों को जो मानता है वो भाग्यशाली है, धन्य है। നമ്മളെല്ലാവരും നമ്മുടെ ഭാവിയെ കുറിച്ച് വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ്. हम लोग सब लोग हमारे भविष्य के विषय में बहुत ही आशापूर्वक इंतजार कर रहे हैं। എന്നാൽ നമ്മുടെ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു ന്യായവിധി ഉണ്ടെന്നും ആ ന്യായവിധി ദിവസം നമ്മൾ എങ്ങനെ വെളിപ്പെടുമെന്നും ഉള്ളതിനെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടോ? इसके लिए हमारे भविष्य में हमें एक न्याय का दिन है, उस न्याय के दिन हम लोग किस तरह हम लोग प्रकट होके करके हमें कुछ बोध है क्या? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കർത്താവ് വരാൻ താമസിച്ചാൽ മരണം വഴിയായി ലോകത്ത് മാറ്റപ്പെടും. हमें सब लोग जानते हैं यदि अगर प्रभु का आगमन देरी हो गया तो हम लोग सब मृत्यु के द्वारा संसार से अलग हो जाएंगे। ഇല്ലെങ്കിലും കർത്താവ് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. अगर ऐसा भी नहीं हुआ तो अगर प्रभु जल्दी आ गया तो हम लोग रूपांतर होकर हम लोग उठा लिया जाएंगे। അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? इसके बाद क्या होगा? അതിനുശേഷം നമുക്ക് ന്യായവിധിയുണ്ട്. उसके बाद विश्वासियों को न्याय है। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ന്യായവിധി ദിവസത്തിലാണ് നമ്മൾ എങ്ങനെയുള്ള ജീവിതം നയിച്ചു എന്നുള്ളത് വെളിപ്പെടാൻ പോകുന്നത്. क्योंकि उस न्याय के दिन में हम एक विश्वासी होने के नाते किस रीति से इस दुनिया में जिया उसका हिसाब का लेखा लिया जाएगा। ദൈവമക്കളെ, നമ്മുടെ മാനുഷികമായ കണക്കുകളെല്ലാം തെറ്റിപ്പോകും. हमारे प्रिय, हमने जो मनुष्य रीति में जो भी लेखा लेके जो सोच के रखा था, हिसाब करके रखा था, वो सब गलत हो जाएगा उस दिन। നമ്മൾ ചെയ്ത अनेक കാര്യങ്ങളും അത് ഒരു പ്രയോജനമില്ലാത്ത മാറുന്നത് കാണുമ്പോൾ നമ്മൾ ദുഃഖിക്കുക മാത്രമല്ല ലജ്ജിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. तो हम लोग ने जो भी कार्य उस भूमि में हमने जो भी बातें किया है, जो भी क्रियाएं किया है, वो सब बातें जल के खत्म होकर हमें देखते समय में हम लोग सिर्फ निराश ही नहीं होंगे बल्कि लज्जित भी होंगे। അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? इस तरह का निंदित अवस्था उधर स्वर्ग में होना आप लोग चाहते हैं क्या? അതുകൊണ്ടാണ് നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വചനത്തിന്റെ പ്രകാശനം പ്രാപിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. അത് പ്രാപിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ. इसीलिए तो इस समय में भूमि में जीते समय में वचन का सही रीति से प्रकाश और प्रकटीकरण और समझ मिलकर उस समझ के अनुसार वचन को पालन करके जीना बहुत जरूरी है। കാരണം നമുക്ക് ലോകയുടെ മുമ്പിൽ ഒരു ആത്മീയനായിട്ടൊക്കെ അഭിനയിച്ച് ജീവിക്കാനായിട്ട് ഒരു പ്രയാസമില്ല. क्योंकि संसार के सामने मैं एक आदमी हूं करके बोलकर एक ढोंग करके जीने में कोई मुश्किल नहीं है। എന്നാൽ ഇതൊന്നും ആ ന്യായാസനത്തിന് മുമ്പിൽ ഇതൊന്നും വെളിപ്പെടാതെ വരികയില്ല. लेकिन ऐसा भी नहीं है कि ये सब न्याय के दिन कुछ प्रकट नहीं होगा करके हमने जो ढोंग किया वो उधर प्रकट होएगा। ഓരോ വ്യക്തികളുടെയും മനസാക്ഷി അവരോട് സാക്ഷിക്കുന്നുണ്ട്, നീ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം അഭിനയിക്കുന്നത്, ഇതെല്ലാം പോക്കല്ലേ, ഇതെല്ലാം നഷ്ടമല്ലേ എന്ന് അവനോട് തന്നെ മനസാക്ഷി പറയുന്നുണ്ട്. क्योंकि एक एक विश्वासियों का विवेक ही उसको गवाही देता रहेगा, देखो तुम ये जो ढोंग कर रहे हैं, दूसरों को ऐसा दिखा रहे हैं और जी रहा ऐसा है, ये जो ढोंग का जिंदगी ये सही नहीं है, न्याय के दिन सब खत्म हो जाएगा, इसलिए सुधर जाओ करके मन फिराव करके हमारा विवेक ही हमको गवाही देता है। ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തിന് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം. इसलिए हमारे जीवन में सच्चाई होना जरूरी है। നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും യഥാർത്ഥ സത്യമായിരിക്കണം. हम जो भी बात बहुत बोलते हैं करते हैं उसमें सच्चाई रहना चाहिए। നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും വിലപ്പെട്ടതായിരിക്കണം. हम जो भी बोलते हैं और उसके साथ हम जो भी सोचते हैं वो बहुत ही मूल्यवान होना चाहिए। എന്നെ കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന ഒരു ദൈവത്തോടു കൂടെയാണ് എന്റെ സകല പ്രവർത്തികളും എന്നുള്ള ബോധം നമ്മുടെ ഭരിക്കണം. मुझे देखने वाला, मुझे समझने वाला, मुझे जानने वाला, मेरे हर एक रहस्य को जानने वाला प्रभु सब बातें मुझे देख रहा है करके इस बात का डर से हमें जीना है। ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, എന്റെ പ്രവൃത്തികളായിട്ട് എന്റെ വാക്കുകളോ ചിന്തകളോ ഇതെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലയുള്ളതോ വിലയില്ലാത്തതോ എന്ന് നമ്മൾ വിവേചിച്ചറിയണം. इसलिए मैं जो बात बोलता हूँ, मैं जो बातें करता हूँ, मैं जो सब सोचता हूँ, ये सब बातें परमेश्वर की उपस्थिति में मूल्य है कि नहीं, ये बात हमें समझना है। ദൈവത്തിന് മുമ്പിൽ വിലയില്ലാത്തതിനൊന്നും നമ്മൾ വില കൊടുക്കരുത് കേട്ടോ. इसलिए परमेश्वर की उपस्थिति में जिस बात को मूल्यता नहीं है उसको हमें भी मूल्यता नहीं देना है। ഈ ലോകക്കാരുടെ മുമ്പിൽ ഏറ്റവും വിലയുള്ളത് പോലും നമുക്കറിയാലോ, ലൂക്കോസ് 16:15 നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. आप लोगों को याद रहेगा लूका का सुसमाचार उसका 16 का 15 में അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? उधर हम क्या पढ़ते हैं? ലൂക്കോസ് അതിന്റെ 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, അതിന്റെ അവസാന ഭാഗം. उसका 16 का 15 का आखिरी बात, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അർപ്പത്രേ. जो मनुष्य के सामने जो वस्तु मनुष्य की दृष्टि में महान है हाँ। वो परमेश्वर के निकट घृणित है। നമ്മൾ ചിന്തിക്കുക, आप जरा सोचो, മനുഷ്യരെല്ലാവരും വളരെ വലിയ
കാര്യമായിട്ട് നല്ല കാര്യമായിട്ടൊക്കെ പറയും. मनुष्य साहब बोलेंगे देखो ये चीज ये बहुत बड़ा है, बहुत महान है, कितना अच्छा है बोलकर उसका तारीफ करेंगे, എല്ലാവരും കൈയടിക്കും. सब लोग ताली मारेंगे उसके लिए। ഇവരെ മനുഷ്യരുടെ കൈയടിക്ക് മേടിച്ച് നമ്മൾ വഞ്ചിക്കപ്പെടരുത്. लेकिन लोगों मनुष्य का ताली स्वीकार कर हम लोग गलत विधि में धोखा ना खाए, കാരണം നമ്മൾ അവിടെ ദൈവത്തെ അല്ല പ്രസാദിപ്പിച്ചത്, മനുഷ്യരെ പ്രസാദിപ്പിച്ചത് നമ്മൾ വ്യക്തമാണ്. क्योंकि ऐसा अवस्था में हमने परमेश्वर को तृप्त नहीं किया, प्रसन्न नहीं किया, बल्कि लोगों को खुशी में हम लोग बह गए करके यही सच है। നമ്മൾ കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വെറുപ്പായിരിക്കുന്നത് ചെയ്തുകൊണ്ട് നമ്മൾ ആത്മീയരായിട്ട് അഭിനയിക്കരുതേ. इसके लिए मनुष्य के सामने जो इज्जतदार है, अच्छा है समझकर उन लोगों का ताली स्वीकारने के लिए, मनुष्य को खुश करने के लिए कार्य करके वो सब बातें परमेश्वर के सामने घृणित वस्तुएं है, ये बात है को समझना है, अपने आप को धोखा ना दे। പ്രിയമുള്ളവരെ, മുഴു ലോകം നമ്മളെ വെറുത്താലും ദൈവം വെറുക്കുന്നതിന് നമ്മൾ വെറുക്കണം. मैं इसलिए हे प्रियो, पूरा दुनिया भी अगर हमको नफरत करे तो परमेश्वर जो चीज पसंद नहीं करता वो चीज को हम भी पसंद नहीं करना है। ദൈവദൃഷ്ടിയിൽ വിലയില്ലാത്തതിനെ വിലയില്ലാത്തതായി കാണുവാൻ നമുക്ക് കഴിയണം. जो बातें परमेश्वर के नजर में मूल्य नहीं है वही नजर पे हमें भी उसको मूल्य नहीं देना है। നമുക്കറിയാം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ദൈവം ഈ ലോക കാര്യങ്ങളെ ശ്രേഷ്ഠമായി കാണുന്നില്ല എന്നത് അവിടെ വ്യക്തമാണ്. हाँ, क्योंकि प्रवचन कहता है कि संसार और संसार की बातों से प्रेम ना करना, क्योंकि जो उसे प्रेम करता है उसमें पिता का प्रेम नहीं। यानी कि एक बात तो स्पष्ट है कि पिता संसार की बातों से उसको मूल्य नहीं समझता, वो उसी में व्यक्त है। എന്നാൽ നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ധനത്തിന്മേൽ നമ്മുടെ ദൃഷ്ടി പതിച്ചിട്ട് ധനത്തെ നമ്മൾ മോഹിക്കാറുണ്ട്. हाँ, लेकिन कभी कभी हमारा मन नजर संसार का धन की ओर चले जाने की वजह से उसको हम लोग मोह और आग्रह करने को शुरू करते हैं। ഇപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞാലും ഒരു ദിവസം എല്ലാം വെളിപ്പെടാൻ പോകുകയാണ്. लेकिन इधर कुछ भी मैं बोलूं, एक दिन ये सब बातें प्रकट होने वाला है। കാരണം തിരുവചനത്തില് ഞാൻ പറഞ്ഞല്ലോ, മരണശേഷം ന്യായവിധിയുണ്ട്. ന്യായാസനത്തിന് മുൻപിലാണ് നമ്മുടെ യാഥാർത്ഥ്യം വെളിപ്പെട്ട് വരാൻ പോകും. क्योंकि मृत्यु के बाद हमारा न्याय होगा और विश्वासी के उस न्यायालय में हमारा सच्चाई क्या, हमारा अवस्था क्या, वो सब बातें प्रकट होगा। ഇന്ന് വിശുദ്ധന്മാരെന്ന് പറയുന്നവരിൽ തന്നെ അനേക ദുഷ്ടന്മാരും ഉണ്ട്. क्योंकि आज विश्वासी है करके बोलने वाले लोग, पवित्र लोग है बोलने में के बीच में भी दुष्ट लोग भी है। രക്ഷിക്കപ്പെട്ടവരാ, उन लोग भी नया जन्म पाए हैं, പക്ഷെ ദുഷ്ടന്മാരാ. लेकिन दुष्ट समान जीता है। നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ആ കൊരിന്ത് സഭയില് ഒരുത്തൻ ഇത്രമാത്രം നീച പ്രവർത്തി ചെയ്യുന്നുണ്ട്. ആ ദുഷ്ടനെ നീക്കിക്കളയാ പറഞ്ഞു. हम लोग गए दिनों में हमने कोरिन्थियों के कलीसियों के बीच में हमने देखा, एक विश्वासी था लेकिन उसने एक बहुत बुरा कार्य किया, उस दुष्ट को तुम्हारे बीच में से निकाल दो करके कहता है। അല്ലെ, നമ്മൾ വാക്യം വായിക്കാം. നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ അവസാനം 13-ാം വാക്യം. हाँ, पहला कोरिन्थी 5:13 में हम पढ़ते हैं, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. पढ़ेंगे पहला कोरिन्थी 5:13। परंतु बाहर वालों का न्याय परमेश्वर करता है, इसलिए उस कुकर्मी को अपने बीच में से निकाल दो। കുക്കർമി, उस कुकर्मी को हमारे बीच में से निकाल दो। അപ്പോൾ ഇവിടെ മലയാളത്തിൽ വായിക്കുന്ന ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക. तो मलयालम में देखो, उस दुष्ट व्यक्ति को तुम्हारे बीच में से निकाल दो। അവനാരാ? वो कौन है? രക്ഷിക്കപ്പെടാണ്. नया जन्म पाया है, അപ്പോൾ എന്തുകൊണ്ടാണ് നീക്കിക്കളയാ പറഞ്ഞത്? लेकिन वो उद्धार पाया व्यक्ति को क्यों निकाल दो कहता है या हटा दो कहता है? അതിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്. हाँ, उसका वाक्य 5 में देखो, उसका आत्मा प्रभु के दिन में बच जाने के लिए। അപ്പോൾ അങ്ങനെയുള്ളവരെ നീക്കിക്കളയാ പറഞ്ഞത്. ऐसे लोगों को बाहर निकालने के लिए कहता है। അപ്പോൾ നമ്മൾ ചിന്തിക്കണം, इसलिए हमें सोचना है, നമ്മുടെ ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. हमारे एक एक क्रियाओं को प्रकट करके दिखाने का एक दिन आने वाला है। നമ്മള് മലാക്കി 3:18 വായിക്കുന്നത് ഇങ്ങനെയാണ്, मलाकी 3:18 में हम इस तरह पढ़ते हैं, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. पढ़े मलाकी 3:18 पढ़ेंगे। तब तुम फिरकर धर्मी और दुष्ट का भेद, अर्थात जो परमेश्वर की सेवा करता है और जो उसकी सेवा नहीं करता, उन दोनों का भेद पहचान सकोगे। അപ്പോൾ നമുക്കറിയാം, നമ്മള് ന്യായാസനത്തിൽ നിൽക്കുമ്പോഴാണ് ചിലരൊക്കെ വളരെ അഭിമാനത്തോടെ അവരുടെ ചെയ്ത പ്രവൃത്തികളെയൊക്കെ കണക്ക് കൂട്ടി, അവർക്കൊരു കണക്കൂട്ടലുണ്ടല്ലോ, ആ കണക്ക് കൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ പ്രവൃത്തികളൊക്കെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാമല്ലോ. ന്യായാസനത്തിൽ എന്താ സംഭവിക്കുന്നത്? क्योंकि कुछ विश्वासी ऐसा रहेंगे, वो लोग ये बात सोच कर आए रहेंगे, देखो हम यहाँ न्याय के दिन में पहुंच गए, लेकिन मैंने संसार में ऐसा ऐसा बात किया, ये सब अच्छा किया बोल गए, ऐसा सब हिसाब लगाकर एकदम खुशी और अभिमान से वो लोग खड़ा रहेंगे। लेकिन उनका क्रिया जब प्रकट होगा, क्या होगा उस दिन? നമ്മുടെ പ്രവൃത്തികളെല്ലാം കുതുകൂടി കിടക്കുക. हमारा क्रिया देखो तो ऐसा पहाड़ के ऐसा भर के बैठा है, നിറച്ചുണ്ട്. एक एक ट्रक बड़ा ट्रक लेकर आकर एकदम भर के सजा के रखा है उधर। നമ്മൾ അഭിമാനത്തോടെ നിൽക്കുകയാണ്. तो हम लोग एकदम इज्जत से और गौरव से एकदम खुशी से हम लोग खड़े हैं उधर भी। എന്നാൽ ചിലര് അവർക്ക്
പിന്നെ അങ്ങനെ കൂടുതൽ ഒരു സന്തോഷമൊന്നുമില്ല. और कुछ लोगों को ज्यादा आनंद नहीं है, അവരൊരു സാധാ മട്ടിൽ നിൽക്കുക. वो लोग साधारण रीति में रुके हैं, കാരണം അവരുടെ ഇങ്ങനെ ട്രക്ക് കാണിച്ചൊന്നും ഇല്ല. क्योंकि उनका इस तरह का ट्रक से भरा हुआ क्रिया की बातें कुछ भी नहीं है, ആ പാടെ കുറച്ചൊക്കെ പോക്കറ്റ് നിറച്ചൊക്കെ ഉള്ളൂ. कुछ तरह सिर्फ पॉकेट भरा हुआ कुछ बातें हैं उसमें। അപ്പോൾ അവർക്കൊരു കോരി നിറയ്ക്കാൻ ഒരു സഞ്ചിയിലിടാൻ പോലും ഇല്ല. मतलब उन लोग एक थैली में भी भर के रखने वाला काम भी नहीं है। അപ്പം മറ്റുള്ളവർ അങ്ങനെ ഈയൊക്കെ എന്നാടാ ചെയ്തത്, കണ്ടോ എന്നെ കണ്ട എത്ര ട്രക്കാ നിൽക്കുന്നത് എന്തെങ്കിലും നിർമ്മിച്ചോണ്ടിരിക്കുക. तो जो जिसने ट्रक से भरा हुआ क्रिया रहेगा वो लोग क्या बोलेगा, तूने क्या इतना ही काम किया है, क्या मेरा क्रियाओं को देखो सब भर भर के पड़ा है देखो। കാരണം നമുക്കറിയാലോ നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ കൂടെ വരും. क्योंकि आप लोग जानते हैं ना, हमने किया हुआ सब क्रियाएं हमारे पीछे पीछे आएगा। അത് ഈ ലോകത്തിൽ നമ്മള് ലോകത്തിൽ ശേഷിക്കുന്നതിന് അണ്ടേരല്ല, നമ്മൾ കർത്താവിന്റെ നാമഭാവത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മുടെ കൂടെ വരുന്നു. तो मैं कहने का उद्देश्य क्या है, इस दुनिया में हमने जो कमाया हुआ बात वो पीछे आएगा नहीं, प्रभु के लिए, प्रभु की महिमा के लिए जो भी बातें क्रियाएं किया है, प्रभु का राज्य उद्देश्य के लिए किया है, वो सब क्रियाएं हमारे पीछे आएगा। അല്ല, ഞാൻ ചിന്തിക്കായിരുന്നു ഈ വാക്യമൊക്കെ വായിക്കുമ്പോ തന്നെ നമ്മൾ കൊണ്ടുപോകാൻ യോഗ്യമായതൊക്കെയാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. इसके लिए मैं जब ये सब वाक्य पढ़ते समय में मुझे हमारा जो भी क्रियाएं है वो लेके जाने लायक वाला, लेके जाने वाला योग्य वाला बातें ही अगर वो काम का थैली में रहेगा तो कितना अच्छा रहेगा ना। അല്ല, നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വീട്ടിലുള്ള കുറച്ച് പഴയ പാത്രവും കുറച്ച് ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ സജ്ജീകരിച്ചോണ്ട് എയർപോർട്ടിലോട്ട് പോകാന്ന് പറഞ്ഞാൽ അതെന്തൊരു മണ്ടത്തരം അല്ലേ. अब जरा सोचो, मैं अगर दूसरा गांव में जा रहा है, कोई दूसरा देश में जा रहा हूँ और मैं फ्लाइट में यात्रा कर रहा हूँ, फ्लाइट में यात्रा कर रहे हूँ, मैं क्या किया, एक गोनी भर के घर का पुराना बर्तन सामान सब लेकर वो गोनी में ऐसे लेकर फ्लाइट में मैं अगर चढ़ने जाएगा तो कितना बड़ा मूर्खता रहेगा ना वो। ഇവിടെ നമ്മൾ നിത്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ उसी तरह हम अनंतता में जब हम जा रहे हैं, നമുക്ക് ആവശ്യമില്ലാതെ എന്താ പറയാല് നിത്യതയ്ക്ക് പ്രയോജനമില്ലാത്ത ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ തക്കോണം നമ്മൾ കൂട്ടി വെക്കരുത്. हाँ, इसके लिए हमें अनंतता के लिए जो भी बातें लाभदायक नहीं है, जो भी फायदा नहीं है, उसको भी फालतू में इकट्ठा करके भर के मत रखो। നമ്മുടെ ജീവിതത്തില് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചിലതൊക്കെ കരുതണം. हमें, क्योंकि हमें लेकर जाने के लिए कुछ बातों को हमें संभाल कर रखना है। അങ്ങനെയുള്ള പ്രവൃത്തികളാണ് നമ്മളിപ്പോൾ ആ പ്രവൃത്തികളാണ് വ്യാപരിക്കേണ്ടത്. वो सब बातों के विषय में ही हमें संभाले रखना है। നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. आप लोग समझ रहे हैं करके मैं विश्वास करता हूँ, കാരണം അത് അങ്ങനെ തന്നെയാ വചനം പറയുന്നത്. क्योंकि इसी रीति से वचन कहता है। നമ്മള് വെളിപ്പാട് 14:13 ഓർമ്മയുണ്ടല്ലോ. रेवलेशन का पुस्तक उसका प्रकटीकरण 14:13 आप लोग को याद रहेगा। ഇന്നു മുതൽ കർത്താവിൽ ഭരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അപ്പൊ അവര് ഈ ലോകത്തിലായിരുന്നപ്പോൾ അവർ വളരെ അധികം പ്രയത്നങ്ങളിലായിരുന്നു. तो उसका 13 पढ़ेंगे। फिर मैंने स्वर से यह शब्द सुना, लिख, जो मृतक प्रभु में मरते हैं वे आपसे धन्य है। क्यों? आत्मा कहता है हाँ, क्योंकि वे अपने सारे परिश्रम से विश्राम पाएंगे। हाँ, मतलब वो लोग इस दुनिया में जीते समय में बहुत परिश्रम किया वो लोग ने। അപ്പോൾ അവര് വളരെ നിത്യതയുടെ കാഴ്ചപ്പാടിൽ അവർ നല്ല വിശ്രമം കൂടാതെ അവര് പരിശ്രമിക്കുകയായിരുന്നു. हाँ, मतलब वो लोग इस दुनिया में जीते समय में बिना विश्राम से वो लोग यत्न कर रहे थे। അവരുടെ പ്രവൃത്തി അവരെ പിൻപറ്റുന്നു. तो और उसका परिश्रम उनके आगे बढ़ना और उनके कार्य उनके साथ हो लेते हैं। और उनके कार्य जो भी कार्य किया वो उनके पीछे आएगा। അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മുടെ കൂടെ വരിക. तो जरा सोचो, हमने किया हुआ सब कार्य हमारे पीछे आएगा। അപ്പൊ നമ്മൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്തേ, हमने क्या क्या किया रहेगा, നമ്മൾ എങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തേ, किस रीति का कार्य किया होगा, നമ്മൾ ഏത് നിലവാരത്തിലുള്ള പ്രവൃത്തി ചെയ്തേ, किस अवस्था के बातों को हमने किया होगा, നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തപ്പോൾ ആ പ്രവൃത്തിയുടെ സോഴ്സ് എന്തായിരുന്നു, हमने जो भी बात करते समय में उस क्रिया के पीछे का जो श्रोता क्या रहेगा, നമ്മുടെ കഴിവിലാണോ, वो हमारे काबिलियता की वजह से है क्या, നമ്മുടെ ഇഷ്ടത്തിലാണോ, हमारे इच्छा के अनुसार है क्या, നമ്മുടെ ഏതെങ്കിലും തെറ്റായ ആഗ്രഹത്തിലാണോ, हमारा कोई बुरा इच्छा के अनुसार है क्या, അതോ ദൈവഹിതം നമ്മൾ ഈ വചനത്തിലൂടെ ദൈവഹിതം മനസ്സിലാക്കി ദൈവാത്മ പ്രേരണയാൽ നമ്മൾ ചെയ്തോ, या फिर परमेश्वर का वचन को समझकर उस वचन में परमेश्वर की इच्छा को जानकर उस इच्छा को जानने के बाद पवित्र आत्मा का प्रेरणा से वो सब इच्छाएं किया है क्या। ഞാൻ ഇന്ന് ദൈവമക്കളോട് ഒന്ന് നിന്ന് ചിന്തിക്കാൻ വേണ്ടി ചോദിക്കട്ടെ. इसके लिए मैं सभी पवित्र जनों को एक बात को सोचने के लिए मैं आपको एक बात बताना चाहता हूँ। നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ചിലപ്പോൾ ചില വർഷങ്ങളായി കാണും. आप लोग शायद उद्धार पाकर नया जन्म होकर बहुत साल हुआ रहेगा, എന്നാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, लेकिन एक बात मैं पूछना चाहता हूँ, ഇതുവരെ
अभी तक ദൈവവചനത്തിന്റെ ഉപദേശപ്രകാരം ദൈവാത്മ പ്രേരിതമായിട്ട് എത്ര കാര്യം ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? परमेश्वर के इच्छा के अनुसार प्रभु के आत्मा के प्रेरणा के हिसाब से उस आत्मा के चलाए जाने से कितना बातें प्रभु की इच्छा के अनुसार आप लोग ने किया है करके ये बात आपको याद है क्या? ചിലപ്പോൾ നിങ്ങളൊന്ന് ചോദന ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. अगर आप लोग अपने परखोगे तो शायद आप लोग डर जाएंगे, കാരണം അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടെന്ന് വരികയില്ല. क्योंकि अरे ऐसा कोई भी काम मैंने प्रभु के इच्छा के अनुसार आत्मा के प्रेरणा के अनुसार किया नहीं होगा करके एक डर आएगा. നിങ്ങൾ വചനം കേൾക്കാനിട്ടല്ല, आप लोग वचन सुने नहीं, ऐसा वो नहीं है ഈ कारण. വചനത്തിലൂടെ നിങ്ങൾക്ക് ആ പ്രകാശനം നിങ്ങൾക്ക് പറഞ്ഞു തരഞ്ഞിട്ടല്ല. ये ऐसा भी नहीं है कि आप लोग को वचन बोलते समय में उसका प्रकटीकरण और प्रकाश भी आपको नहीं मिला, ऐसा नहीं है. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ വചനത്തിന്റെ പ്രകാശനങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ പോലും വചനത്തിന് ശ്രദ്ധയോടെ കേൾക്കാതെ നമ്മൾ അതിന്റെ ആ ആഴങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ സമയം ചെലവഴിച്ചിട്ടില്ലേ? हाँ, लेकिन ऐसा समयों में भी प्रभु का वचन आपको बोलते समय में उसका प्रकटीकरण या उसका प्रकाश आपको देते समय में उस समय में ध्यान पूर्वक ना सुनते हुए उधर इधर के बातें सोचकर आया हुआ वचन को व्यर्थ करने का अवस्था जिंदगी में किया होगा. കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, क्योंकि मुझे अच्छी तरह से मालूम है, നമ്മൾ ഇവിടെ ഔട്ട്റീച്ച് വർക്ക് നടത്തുമായിരുന്നു. हम लोग जब इधर आउटरीच के लिए सुसमाचार के लिए हम जब जाते थे, അപ്പോൾ പലരും അതിനകത്ത് പങ്കെടുക്കുന്നത് उसमें बहुत लोग जब उसमें भाग लेते थे മനുഷ്യരെ കാണിക്കാൻ വേണ്ടി മാത്രം, बस मनुष्य को दिखाने के लिए था, ദേവദാസനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. प्रभु का दास को खुश करने के लिए था. ഞാനും ഔട്ട്റീച്ചിൽ പോയി. मैं भी आउटरीच के लिए गया. പക്ഷെ അവര് കൂട്ടത്തിൽ പോയപ്പോ തന്നെ പല നിലയിലും ദൈവനാമം ദുഷിക്കപ്പെടുകയായിരിക്കും ഉണ്ടായത്. हाँ, लेकिन वो लोग भले ही आउटरीच के लिए वो लोगों के साथ गया होगा, लेकिन प्रभु का नाम को निंदा करने का कारण बन गया हो. ചിലർ ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിച്ച് വേഗം നീ പോരും. कुछ लोग ऐसे घूम फिर कर जल्दी आ जाएगा, എന്ന് പറഞ്ഞാല് അവർക്ക് ഒരു ആത്മാർത്ഥത ഇല്ല. मतलब उनको कोई भी उस विषय में संपूर्ण मतलब प्रेरणा से खुशी से नहीं किया. वो लोग ने, ഞാൻ നിങ്ങളെ ആരെയും വിധിക്കുകയല്ല, मैं किसी को न्याय नहीं कर रहा, എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് കൃത്യമായിട്ട് പറഞ്ഞു. लेकिन प्रभु का आत्मा ने मुझे एकदम सही रीति से स्पष्ट होकर कहा, ഇവര് ആത്മാർത്ഥതയോടുകൂടി ദൈവ സ്നേഹത്തിൽ ഈ കാര്യം ചെയ്യുന്നില്ല. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രം അവര് അത് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ഭക്തനാണെന്ന് കാണുകയില്ലല്ലോ എന്നുള്ള ചിന്തയിൽ പോയത്. वो लोग क्या है, बस संपूर्ण पूरा मन से एक शुद्ध मन से वो लोग ने किया नहीं, बस लोगों के सामने अगर मैंने नहीं किया तो बाकी विश्वासी लोग क्या बोलेंगे, वो डर से. और प्रभु का दास भी बोला चलो जाकर आओ, बोला तो वो बात को सुनकर इसलिए हम लोग गए बोलकर उस इच्छा से वो लोग गए रहेंगे. വളരെ നല്ലൊരു ശതമാനം ആൾക്കാരിലും അങ്ങനെയുള്ള പ്രവൃത്തികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. इसलिए प्रिय, इस तरह के बहुत से विश्वासियों में इस रीति का कार्य, मनुष्य को दिखाने वाला रीति का कार्य ही वो लोग ने किया है. അതെല്ലാം കർത്താവ് തന്റെ സിംഹാസനത്തിന് മുമ്പിൽ ശോധന കഴിക്കാൻ പോവുകയാണ്. वो सब प्रिय, प्रभु अपने सिंहासन के सामने प्रभु उसका परखेगा. അപ്പോൾ നിങ്ങളുടെ മനസ്ഥിതി എന്തായിരുന്നു, നിങ്ങളുടെ ഭാവന എന്തായിരുന്നു, നിങ്ങളുടെ ചിന്താഗതി എന്തായിരുന്നു എന്ന് അവിടെ ദൈവം വെളിപ്പെടുത്തി തരും. तो उस समय में मेरा मन का अवस्था, मेरा मन का अवस्था क्या था, मैंने क्या सोचकर मैंने किया, मैंने किस भावना से किया, किस उद्देश्य से मैंने किया, वो सब न्याय के दिन प्रकट होएगा. ഞാനാണെങ്കിൽ പോകുന്നവരോട് ഞാൻ പ്രത്യേകം പറയും, इसके लिए जो भी कोई आउटरीच में जाता है तो मैं उनको एक बात में ध्यान से बताता हूँ. ഒന്ന്, നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആ ആത്മനിറവോടുകൂടി തന്നെ ദൈവ സ്നേഹത്തിൽ വേണം ആ ട്രൈറ്റ് കൊടുക്കാൻ. एक तो सबसे पहली बात, आप लोग जब जाने से पहले आत्मा से भरकर आनंद पूर्वक आप जाना चाहिए. നിങ്ങളുടെ മുഖം കാണുന്നവർക്ക് തന്നെ നിങ്ങളെ വിളിച്ച് ഉള്ളിൽ കയറ്റിയിരുന്ന് കേൾക്കാൻ തോന്നണം. आप लोग जब लोग आपको देखते समय में वो लोग आपका चेहरा देखकर अरे आओ अंदर आओ बात करो बोलकर इस तरह का एक आनंद फील वो लोगों को होना चाहिए. ആ ജനത്തെ ക്രിസ്തുവിൽ നേടണമെന്നുള്ള ആ ആത്മാവിനെ കുറിച്ചുള്ള ഭാരത്തോടു കൂടി വേണം നിങ്ങൾ കൊടുക്കാൻ. हाँ, मैं इस व्यक्ति को, मैं मसीह में मैं इसको पा सकूं, मसीह में ये व्यक्ति विजय हो सके या उद्धार पा सके, उस उद्देश्य से मैं सेवा करना है लोगों के बीच में. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി വചനം പറയുമ്പോൾ മറ്റുള്ളവർ അവിടെ ഇരുന്ന് അവർക്ക് അത് ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हाँ, जब एक भाई उस अन्य जाति के सामने जब वचन बांटते समय में ये भाई के साथ जो सह भाई लोग हैं या बहन लोग हैं, वो लोग उस व्यक्ति को वचन समझने के लिए, ग्रहण कर पाए, उद्धार में प्रवेश करने के विषय में उसके लिए प्रार्थना करना है. എന്നാൽ ഇങ്ങനെയുള്ള ദൗത്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു പോകുന്നെങ്കിലും എത്ര പേർ അത് വളരെ ആത്മാർത്ഥത്തോട് ചെയ്തിട്ടുണ്ട്. तो इतना सब मैं बातें उनको बताकर बेचता हूँ तो भी कितना लोग उसको एकदम आत्मा पूर्वक करते हैं. ഇതെല്ലാം ശോധന ചെയ്യപ്പെടും. ये सब बातें परखा जाएगा. നമ്മൾ ആത്മീയ ജീവിതത്തിൽ ആത്മീയ യുദ്ധക്കളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്
ആത്മാവ് പഠിപ്പിച്ചതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഉപദേശിച്ച് വിടാൻ കാരണം. हाँ, मैं जब इस आत्मिक दुनिया के विषय में इस आत्मिक दौड़ में एक युद्ध भूमि में किस तरह रीति में हमें बना रहना है, किस रीति से हमें संभालना है, क्या क्या बातें करना है, ये सब आत्मा में प्रभु ने मुझे सिखाया हुआ बात है. वो अनुभव की बात है. मैं लोगों को उपदेश के रूप में मैं देकर समझाता हूँ. इसके लिए मैं उन लोगों को कहता हूँ. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. इसलिए आप लोग ध्यान पूर्वक समझना प्रियो. എന്തായാലും നമുക്ക് നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം ന്യായാസനത്തിന് മുമ്പിൽ തെറ്റും. क्योंकि एक दिन हम न्याय के दिन हमने जो भी हिसाब किया रहेगा, जो भी बातें सोच कर रखा रहेगा, वो सब कैलकुलेशन वेस्ट हो जाएगा. कारण അത് തീ കൊണ്ട് ശോധന ചെയ്യപ്പെടും. क्योंकि वो आग से परखा जाएगा. നമ്മൾ എല്ലാവരും നമുക്കറിയാം 2 കൊരിന്ത്യർ 5-10 दूसरा कोरिन्थी 5:10 में നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് കേട്ടോ. हमें इसमें से बहुत से बातें हैं हमें सीखने के लिए. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാം. आप लोग ये सब बात जानते हैं. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാവുന്നു. पढ़ेंगे 5:10. क्योंकि आवश्यक है कि हम सबका हाल मसीह के न्यायासन के सामने खुल जाए, कि हर एक व्यक्ति अपने अपने भले बुरे कामों का बदला जो उसने देह के द्वारा किए हो पाए. അപ്പോൾ ഇത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. तो ये मसीह का न्याय का सिंहासन है. നമുക്ക് ചിന്തിക്കണം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ हमें समझना है प्रभु जब इस दुनिया में था, ശിമോൻ എന്ന പരീക്ഷയെ തന്നെ ആഹാരത്തിന് വിളിച്ചു. शिमोन नाम का वो फरीसी ने प्रभु को एक दिन घर पे खाना खाने के लिए बुलाया. അപ്പോൾ താനോട് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നെങ്കിലും ആ ശിമോന്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്തകള്, എടാ ഇതാകെ ഒരു പ്രവാചനാണെന്ന് വിചാരിച്ചാണ് വിളിച്ചത്. ഇദ്ദേഹം അങ്ങനെയായിട്ട് തോന്നുന്നില്ല, കാരണം ആ പാവനിയായ സ്ത്രീ വന്ന് കാൽക്ക് ഇന്ന് ഓടിച്ചു വിടേണ്ടതല്ലേ, അങ്ങനെയല്ലെന്ന് ചിന്തിച്ചു. ഉടനെ തന്നെ നമ്മൾ വായിക്കുന്നത് ശിമോന്റെ ഹൃദയത്തിലെ ആ ചിന്തയെ, ആ വിചാരത്തെ ദൈവം കണ്ടു. तो वहां पर शिमोन ने जब प्रभु को घर पे बुलाते समय में उसका मनोभावना अवस्था क्या था, ये एक भविष्यवक्ता है, उस रीति से उसको घर में बुलाया था. लेकिन वो ये यीशु का को किस नजरिए से देख रहा है करके वो मन में सोच रहा था. देखो एक पापनी स्त्री उसके सामने आया है, अगर ये यीशु सच्चा अगर भविष्यवक्ता होता ये पापनी स्त्री को भगा देता, लेकिन इसको छूने के लिए क्यों अनुमति दे रहा है करके ये सब बातें शिमोन अपने मन में सोचते समय में प्रभु को मालूम पड़ा उसका मन में क्या चल रहा है. അപ്പോൾ നമുക്കറിയാം അവിടെ ശിമോൻ ചോദിച്ചു, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. तो प्रभु वो हृदय का बात को जानकर प्रभु कहता है, हे शिमोन मुझे तुझसे एक बात पूछना है. ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. एक बार एक व्यक्ति को 2 कर्जदार था. അപ്പോൾ ഒരുത്തൻ 50 രൂപയും ഒരുത്തൻ 50,000 രൂപയും. एक व्यक्ति को सिर्फ 50 रुपए का कर्ज है, दूसरे लोग को 50,000 का कर्ज है. 2 പേർക്ക് ഇളച്ചു കൊടുത്തു. दोनों को माफ कर दिया. ആര് കൂടുതൽ സ്നേഹിക്കും? तो सबसे ज्यादा कौन प्रेम करेगा? അപ്പോൾ ശിമോൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, शिमोन ने फटाक से जवाब दिया, 50,000 രൂപ അടച്ചു കിട്ടിയ जिसके पास 500,000 रुपए का जो कर्ज क्षमा किया वो ज्यादा प्रेम करेगा ना. എന്നിട്ട് അവന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവന് വിരിച്ചു കൊടുക്കുക. और फिर उसका जीवन का बात अनुभव को प्रभु उसके सामने प्रकट करके दिखाया. ഞാൻ പറയുന്ന സാരം, मतलब कहने का विषय ये है, ഞാൻ ഈ ലോകത്തിൽ മനുഷ്യനായി ലോകത്തിൽ വന്നപ്പോഴും ഒരു വ്യക്തിയുടെ ഹൃദയ വിചാരങ്ങൾ അപ്പോഴേ അറിയാം. हाँ मतलब क्या है कि ये प्रभु जब इस दुनिया में जीते समय में वो मनुष्य के अंदर का विचार क्या है वो प्रभु ने उसको बताया, परमेश्वर ने उसको बताया. കർത്താവിന്റെ സന്നിധിയിലാണ്, തേജോമയനായ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു കാര്യം പോലും പറഞ്ഞിരിക്കുക. तो ये मनुष्य होते समय में यीशु का अवस्था ऐसा था, दूसरों का मन का बातें जान सकता था. जब अभी वो सिंहासन में बैठते समय में प्रभुओं का प्रभु, राजाओं का राजा प्रभु, वो उस महान पदवी में वो बैठकर एकदम उस प्रभुत्व का अधिकार में बैठते समय में ऐसा प्रभु के सामने हम जा रहे हैं, ऐसा प्रभु के सामने हमारा मन की कोई भी बातें छुपा रहेगा क्या? അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിലല്ല ശിമോൻ വിളിച്ചത്. तो इसके लिए प्रभु ने वास्तव में प्रभु के प्रेम में नहीं उसको बुलाया, यीशु को बुलाया. लॉर्ड जी, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, हम जो भी कार्य करते हैं അത് വെളിപ്പെടാൻ പോവുകയാണ്. वो बातें प्रकट होने वाला है. അതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളോട് പറയുന്നത്, നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ സത്യങ്ങളെ കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കും. इसके लिए हमें ये सत्यों को, ये सब बातों को हमें अच्छा बोधपूर्वक हमें कार्य करना है. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പണികൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ക്രിസ്തുവിലെ ചെയ്യുന്നത്. इसलिए हमें एक बातें, हम एक विश्वासी होने के नाते मसीह में हम ये सब बातें करते हैं. എന്നാൽ അത് ഏത് നിലയിലാണ് ചെയ്യുന്നത്? लेकिन किस अर्थ में हम करते हैं? കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്നുള്ള നിലയിലാണോ? क्या मैं मसीह को महिमा देने के उद्देश्य में कर रहा हूँ क्या? അതോ അതിൽ നമുക്ക് എന്തെങ്കിലും മറ്റു ദുരുദ്ദേശമുണ്ടോ? या फिर उसके बीच में कोई दुष्ट चिंता है, कुछ गलत फायदे के लिए मैं कर रहा हूँ क्या? കാരണം കർത്താവിന് മഹത്വം ലഭിക്കണമെന്നുള്ള ലക്ഷ്യമല്ലാതെ മറ്റെന്ത് ചിന്ത വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തെറ്റായ ചിന്തയാണ്. क्योंकि प्रभु को महिमा देने वाला बात को छोड़कर और कोई बात को सोचकर मैं कर रहा हूँ तो वो सारा सोच विचार गलत है. ഇനി ഇവിടെ ആ ന്യായാസനത്തിന് മുമ്പിൽ
വെളിപ്പെടാൻ പോകുന്ന നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11 മുതൽ 15 വരെ വായിക്കും. तो उसका अभी उस न्याय के दिन में हम लोग जब खड़े रहते समय में किस नींव के आधार पर वो किया जाएगा के विषय में 1 कोरिन्थी 3 अध्याय 13 से 15 पढ़ते समय में हम देख सकते हैं. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പ്രവൃത്തികളാണ് നമുക്ക് വിശേഷ വസ്ത്രമായി മാറേണ്ടത്. हमें एक बात समझना है, यहाँ पर जो क्रिया है ये हमारा खास मलमल वस्त्र बन जाने वाला है. ഈ പ്രവൃത്തികളാണ് നമ്മളെ പ്രതിഫലത്തിന് യോഗ്യരാക്കി മാറ്റുന്നത്. और ये सारी क्रियाएं हैं मुझे प्रतिफल के लिए योग्य बनाएगा. ഈ പ്രവൃത്തികളാണ് നമ്മളെ ചെറിയവനാണോ വലിയവനാണോ എന്ന് നമ്മളെ തിരിക്കുന്നത്. ये कार्य रहेगा हमें राज्य में बड़ा या छोटा बनाएगा. കാരണം സ്വർഗ്ഗരാജ്യത്തിലും ചെറിയവനും വലിയവനും ഉണ്ടെന്ന് അറിയാമല്ലോ. क्योंकि आप लोग जानते हैं ना, प्रभु का राज्य में छोटा भी रहेगा बड़ा भी रहेगा. അപ്പോൾ ഇതൊക്കെ ആകണമെങ്കിൽ ഇവിടെ എല്ലാ ആധാരം പ്രവൃത്തി തന്നെയാണ്. പ്രവൃത്തി എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ये सबका आधार का विषय में हमें राज्य में पदवी, ये सब बातों का आधार है क्रियाएं. जो हम क्रिया भला कार्य हम जो इधर करते हैं उस भला कार्य के हिसाब से रहेगा. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലെ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. इसके लिए नया जन्म पाया हुआ हर एक विश्वासी को, उद्धार पाया हर एक विश्वासी को हमें जिस भले कार्य के लिए नियुक्त किया है वो सब बातों में सोचकर हमें करना है. എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചാൽ പോരാ. कैसा भी करे ऐसा नहीं, നമ്മുടെ കഴിവിലല്ല, हमारा काबिलता से भी नहीं, നമ്മുടേതായ സ്വാർത്ഥതയിലല്ല, हमारा स्वार्थता में नहीं. ഇതിലെല്ലാം നമുക്ക് കർത്താവിന്റെ ആത്മാവിനാൽ ആത്മനിയോഗത്തോടെ ദൈവം തരുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം ഈ ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിരിക്കണം. इसके लिए क्योंकि मैं जो भी करते समय में प्रभु के प्रेरणा के अनुसार, आत्मा के चलाए जाने के अनुसार, इसमें सब प्रभु का उद्देश्य है, उनका महिमा के लिए बोलकर इस तरह आत्मा के द्वारा चलाया जाना चाहिए. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പ്രവൃത്തിയും അല്ലെങ്കിൽ പ്രതിഫലത്തിന് യോഗ്യമായ പ്രവൃത്തിയും അത് അല്ലാതെ കത്തിപ്പോകുന്ന നശിച്ചു പോകുന്ന ഇല്ലാതാകുന്ന പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ तो പറഞ്ഞത്. यहाँ पर दो बातें देखते, एक है टिकने वाला, एक है ना टिकने वाला. टिकने वाला बात मतलब क्या है? वो टिकने वाला बात प्रतिफल का कारण होगा, और जो बात टिका नहीं होगा वो लज्जा का कारण होगा. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. वो बात को अगर हम देखें तो 1 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ओके, 1 कोरिन्थी 3 अध्याय उसका 11 से 15 हम पढ़ने वाले हैं. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. पढ़ेंगे 1 कोरिन्थी 3 का 11 से 15. क्योंकि उस नींव को छोड़ जो पड़ी है और वो यीशु मसीह है, कोई दूसरी नींव नहीं डाल सकता. यदि कोई इस नींव पर सोना या चांदी या बहुमूल्य पत्थर या काठ या घास या फूस का रद्दा रखे तो हर एक का काम प्रकट हो जाएगा, क्योंकि वह दिन उसे बताएगा. इसलिए कि आग के साथ प्रकट होगा और वह आग हर एक का काम परखेगी कि कैसा है. जिसका काम उस पर बना हुआ स्थिर रहेगा वो मजदूरी पाएगा. यदि किसी का काम जल जाएगा तो वह हानि उठाएगा, पर वह आप बच जाएगा, परंतु जलते जलते. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ മിക്കവാറും ദൈവമക്കൾക്ക് അറിയാം. हाँ, ये सब बातें प्रभु के लोगों को जानते हैं. എങ്കിലും പുതുതായി കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആ ഭാഗം പറയാം. लेकिन मैं नया लोग जो सुनने वाले उनके लिए मैं कह रहा हूँ. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന പ്രവൃത്തി അത് ഇവിടെ നമുക്കറിയാം. ഇവിടെ 6 വിധ വസ്തുക്കളുടെ കാര്യം तो പറഞ്ഞിരിക്കുന്നത്. यहाँ पर टिकने वाला बात का हिसाब से रहेगा, और उसके लिए 6 बातें हैं या पदार्थ है जिसका इस्तेमाल किया गया है. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പണിയുന്ന പ്രവൃത്തി ഇതിൽ ഏത് നിലവാരത്തിലുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. तो इसके लिए मसीह में जो बातें टिके रहने वाला बातें हैं वो बातों को हम देख रहे हैं. അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 കാര്യങ്ങൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. हाँ, इसमें से पहला जो 3 बातें हैं, सोना, चांदी और बहुमूल्य पत्थर, ഇത് എന്തിനെ കാണിക്കുന്നതാണ്? ये सब क्या दिखाता है? ഇത് യഥാർത്ഥത്തിൽ ദിവ്യ സ്വഭാവത്തിൽ പൊന്നെന്തിനെ കാണിക്കുന്നു? ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്നു. तो सोना क्या है? वो दिव्य स्वभाव को दिखाता है. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ യഥാർത്ഥ ദൈവ സ്നേഹത്തിലായിരിക്കണം. मतलब हम जो भी कार्य करते हैं वो प्रभु का प्रेम से हमें करना है. അങ്ങനെ അല്ലെങ്കിലോ ऐसा नहीं रहेगा तो അത് ദൈവത്തിന് പ്രസാദമില്ല. मतलब प्रभु को उसमें खुश नहीं रहेगा. അത് പൊന്നായിരിക്കണം. वो एकदम सोने के समान शुद्ध होना चाहिए. അവിടെ 2 വാക്യം വായിപ്പിക്കാം. 1 കൊരിന്ത്യർ 16:4. उसका ही 1 कोरिन्थी 16 का 14 में हम पढ़ेंगे. അവിടെ വായിക്കുന്നത് എന്താണ്? उधर हम क्या पढ़ते हैं? നാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. हम जो भी कुछ करें वो सब प्रेम में करना है. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. पढ़ेंगे. जो कुछ करते हो प्रेम से करो. हाँ,
എന്നാൽ നമ്മൾ ചെയ്തത് ഇന്ന് വരെയുള്ള ചെയ്ത പ്രവൃത്തികൾ നമ്മൾ സ്നേഹത്തിലാണോ ചെയ്തത്? लेकिन अभी तक हमने जो भी क्रियाएं किया है, बातें किया है, वो सब प्रेम में किया है അതോ മറ്റേതെങ്കിലും മജബൂരിയാണ്? या फिर किसी दबाव या मजबूरी की वजह से किया? ഒന്ന് പരിശോധിക്കുക. अपने आप को परखे, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവ സ്നേഹത്താൽ നിറഞ്ഞാണോ? हमने जो भी कार्य किया है प्रभु के प्रेम से भरकर किया है क्या? അതുകൊണ്ട് ഈ സ്നേഹത്തിൽ നിന്ന് വരാത്തതൊന്നും ദൈവികമല്ല. क्योंकि ये प्रेम से जो भी उत्पन्न होकर नहीं आता वो प्रभु वो परमेश्वर का नहीं है. നമ്മൾ ഈ ദേഹിയിലും സ്നേഹമുണ്ട്. ആ സ്നേഹവും വളരെ വ്യത്യസ്തമാണ് ദൈവ സ്നേഹമായിട്ട് നോക്കുമ്പോൾ. हमारा जो प्राण में भी प्रेम है, लेकिन वो प्रेम परमेश्वर का प्रेम से बहुत अलग है. ഇന്ന് ലോകത്തിൽ എത്രയോ പേര് അങ്ങനെ സ്നേഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. इस तरह संसार में वो कितने लोग प्रेम में भरकर करते हैं काम, ആ സ്നേഹത്തിന്റെ കാര്യമല്ല ഇവിടെ. लेकिन वो प्राण से भरा हुआ प्रेम का बात नहीं यहाँ पर कह रहा है. ഇത് നമ്മളൊന്ന് ശരിക്കും ഒന്ന് വേടിച്ചറിയണം. ये बातों को हमें सही रीति से परख कर जानना है. ദൈവ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടു. परमेश्वर का प्रेम से हमें विवश होकर हमें करना है. നമ്മൾ 2 കൊരിന്ത്യർ 5:14 വായിക്കുന്നുണ്ട്. पहला दूसरा कोरिन्थी 5:14 में भी हम पढ़ते हैं ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. मसीह का प्रेम हमें विवश करता है. ആ സ്നേഹത്തിൽ നമ്മൾ എത്ര കാര്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയണ്ടേ? उस प्रेम से भरकर हमने सब कार्य किया है क्या नहीं, ये बात देखा जाएगा. അതാണ് സ്വർണം. वो है सोना. പിന്നെ പറയുന്നത് വെള്ളി. फिर है चांदी. നമുക്കറിയാം വെള്ളി വചനത്തിൽ എപ്പോഴും വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. अब देखते हैं चांदी जो है वचन में मुक्ति को दिखाता है. അപ്പോൾ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. तो मैं मुक्ति पाया हुआ व्यक्ति या छुटकारा पाया हुआ व्यक्ति हूँ. വീണ്ടെടുക്കപ്പെട്ട വ്യക്തി പിന്നീട് ചെയ്യുന്നതെല്ലാം വീണ്ടെടുപ്പുകാരന് വേണ്ടിയായിരിക്കും. हाँ, तो मतलब छुटकारा पाया मतलब मुक्ति पाया व्यक्ति मतलब क्या, उसको एक प्रभु ने उसको मूल दाम देकर खरीद के उसको अलग किया है. तो जिस व्यक्ति ने मूल दाम देकर खरीदा है वो व्यक्ति के लिए मतलब वो प्रभु के लिए आज से मैं सब काम करूंगा, इस मनोभावना में हमें करना है. വീണ്ടെടുപ്പിന്റെ മഹാത്മ്യം മനസ്സിലാക്കി ചെയ്യുന്ന പ്രവൃത്തിയാണ്. इसके लिए मतलब चांदी मतलब क्या, मुझे मुक्तिदाता जिसने मुझे मूल दाम देकर खरीदा है, आज से मैं मुक्तिदाता के लिए पूरा मन से मैं करूंगा, ऐसा सोचकर करने वाला मन को है चांदी कहते हैं. യഥാർത്ഥ വീണ്ടെടുക്കപ്പെട്ടവൻ അവനെ തന്നെ കാണുന്നത് ഒരു അടിമയായിട്ടാണ്. एक सच्चा जिसको जो सच्ची में छुटकारा मिला है, मुक्ति का अनुभव मिला है, वो हमेशा अपने आप को एक दास और गुलाम के अनुसार ही देखेगा. നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി. പിന്നെ പുറപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 5-6 വാക്യത്തില് പിന്നെ ഒരു അടിമയുടെ വിടുതലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അടിമ യജമാനെ സേവിക്കുന്നത് പിന്നെ യജമാനോടുള്ള ആ എന്നെ വീണ്ടെടുത്തു എന്നുള്ള ബോധത്തിൽ സേവിക്കുന്ന ഒരു കാര്യം. हम लोग निर्गमन का पुस्तक 22वां अध्याय निर्गमन 21वां अध्याय उसका 5 और 6 जब पढ़ते हैं समय में वहां पर एक गुलाम को जब उसको छुटकारा मिल जाने के बाद, यानी कि दास जब मालिक के लिए सेवा करने के लिए निर्णय लेने का विषय में आते समय में वो गुलाम किस तरह पूर्ण मन से आज से मैं ये मालिक को ही मैं सेवा करूंगा, क्योंकि उसको मालिक का प्रेम समझ में आया, इसलिए आज से मैं ये मालिक के लिए सब कुछ करेगा बोलकर अपने आप को नम्र से समर्पण करने वाला एक परिस्थिति को हम वहां पर देखते हैं. പെട്ടെന്ന് വായിക്കാം. चाहिए तो हम फटाक से पढ़ लेंगे. എല്ലാവർക്കും എപ്പോഴും ഓർമ്മയുള്ള ഒരു വാക്യമല്ല, क्योंकि सबको यह बात याद नहीं रहता. പുറപ്പാട് 21:4-5-6 निर्गमन का पुस्तक 21वां अध्याय उसका 5 और 6. എന്നാൽ ദാസൻ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാരൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദൈവത്തെ സേവിക്കുന്നതിന്റെ വ്യവസ്ഥ. 5 और 6 पढ़ेंगे. परंतु यदि वह दास दृढ़ता से कहे मैं अपने स्वामी और अपनी पत्नी और बालकों से प्रेम रखता हूँ, इसलिए मैं स्वतंत्र होकर नहीं जाऊंगा, तो उसका स्वामी उसको परमेश्वर के पास ले चले, फिर उसको द्वार के किवाड़ या बाजू के पास ले जाकर उसके कान में सुतारी से छेद करे, तब वह सदा उसकी सेवा करता रहे. इस मनोभावना से एक छुटकारा पाया हुआ व्यक्ति वो क्या करेगा, मेरा मालिक प्रभु है, मैं उनका गुलाम हूँ, आज से मैं सदा ये मालिक का सेवा करूंगा, इस मनोभावना में सेवा कर रहा है. ഇവിടെ ഇവനെ വിടുവിച്ചു, ഇവന് വേണേ സ്വതന്ത്രനായി പോകാം. तो अब इधर देखो उसका सेवा का समय हो गया, वो चाहिए तो स्वतंत्र होकर वो जा सकता है. എന്നാല് അവൻ പറയുന്നത് ഇല്ല ഞാൻ പോകുന്നില്ല. लेकिन वो क्या कहता है, मालिक का प्रेम देकर बोलता है नहीं मैं प्रभु को छोड़कर नहीं जाऊंगा. അതിനിടയ്ക്ക് ഒരുപാട് ചരിത്രമുണ്ട്, ഞാൻ അതിലെ വിശദീകരിക്കാൻ സമയമില്ലല്ലോ. उसके बीच में बहुत इतिहास स्टोरी है, बैकग्राउंड है, मैं वो सब नहीं बता रहा. എങ്കിലും ഞാൻ പറയുന്നത് ഈ വീണ്ടെടുക്കപ്പെട്ടവൻ ഈ സ്നേഹത്തിൽ കർത്താവിനെ സ്നേഹിച്ച പ്രവൃത്തികളാണ് നമുക്ക് പിന്നെ ന്യായാസനത്തിന് മുമ്പിൽ പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. तो मतलब मैं कहना चाहता हूँ कि ये छुटकारा पाया हुआ व्यक्ति उस छुटकारा के अवस्थे में प्रभु का प्रेम को सब बातों को जानकर आज से मैं ये मालिक
मालिक का सेवा करूंगा, ये सब बात को सोचकर वो भला कार्य करता है। അവൻ മറ്റേതെങ്കിലും ഒരു അടിമ വളരെ വിമ്മിഷ്ടപ്പെട്ട് അവന്റെ യജമാനെ സേവിക്കുന്നവരല്ല. मतलब वो एक दूसरा गुलाम या दास क्या करता है, वो मुझे ऐसा मालिक के लिए सेवा करना पड़ेगा बोलकर इस तरह दबाव के वजह से नहीं कर रहा, ഇവിടെ ഇവൻ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ചെയ്യുന്നത്. बल्कि इधर का गुलाम वो एकदम आनंद से मुझे इसी मालिक का सेवा करना, चाहे कुछ भी हो जाए बोलकर एकदम आनंद से खुशी से वो कर रहा है। അപ്പോൾ നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിലും സന്തോഷത്തിലും ചെയ്ത പ്രവൃത്തി എത്രയുണ്ടെന്നാണ് നമുക്ക് ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട് പ്രതിഫലമായിട്ട് മാറാറുണ്ട്. Amen. इसलिए हमारे मुक्तिदाता के जो जिन्होंने हमको मूल दाम देकर खरीदा है, उस मालिक के लिए मैं कितना प्रेम से भरकर सच्चे मन से खुशी मन से कितना मैंने सेवा किया है, वो मनोभावना का बातों का सब भला कार्य को प्रभु जांचेगा। ഇനി മൂന്നാമത്തെ കാര്യം, और तीसरा हम देखते हैं വിലയേറിയ കല്ല്. मूल्य बहुमूल्य पत्थर। നമുക്കറിയാം നമ്മളൊരു വിലയില്ലാത്തവരായിരുന്നു. हम लोग जानते हैं कि हमारे में कोई मूल्यता नहीं था, എന്നാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വിലയേറിയവരായി മാറി. लेकिन प्रभु यीशु मसीह के लहू के द्वारा हम छुटकारा पाकर मसीह में होने की वजह से हम भी मूल्यवान हो गए। നമ്മുടെ ആ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു വിലയില്ല. अगर उस बहुमूल्य लहू से अगर हमें खरीदा नहीं जाता तो हमें में कोई मूल्यता नहीं रहता। നമുക്കറിയാലോ 1 പത്രോസ് 1:18-19 വായിക്കുമ്പോൾ पहला पत्रोस 1 का 18 और 19 पढ़ते समय में വ്യക്തവും രൂപാരയുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. അത്രയും വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്തത് കൊണ്ട് നമ്മൾ വിലയേറിയവരാ. आमेन पढ़ेंगे। क्योंकि तुम जानते हो कि तुम्हारा निकम्मा चाल चलन जो बाप दादों से चला आता है, उससे तुम्हारा छुटकारा चांदी सोने अर्थात नाशवान वस्तुओं के द्वारा नहीं हुआ, पर निर्दोष और निष्कलंक मेमने अर्थात मसीह के बहुमूल्य लहू के द्वारा हुआ। तो उनका बहुमूल्य लहू से हमें खरीदने की वजह से हम भी मूल्यवान हो गए। അപ്പൊ അതിന്റെ പറയുന്ന സാരം, मतलब कहने का उद्देश्य यह है, നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ, हम लोग जब नया जन उद्धार पाया हुआ प्रभु का जन, അവന്റെ ദിനംതോറുമുള്ള പ്രവൃത്തികൾ അവൻ രൂപാന്തര പ്രക്രിയയിലൂടെ ആത്മാവിന് വിധേയപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും. मतलब वो उसका वो जो भी भला कार्य करता है, वो उसको जीवन में जो रूपांतर कार्य के द्वारा प्रभु के आत्मा के चलाए जाने की वजह से जो उसको रूपांतर रास्ते में चलाता है, उसके हिसाब से उसका कार्य रहेगा. നമ്മൾ ഇപ്പോൾ ആരാണ്? ജീവനുള്ള കല്ലുകളാണ്. क्योंकि अभी हम लोग जीवित पत्थर है. നമ്മള് 1 പത്രോസ് 2 അധ്യായം, हम लोग पहला पत्रोस 2 अध्याय അതിന്റെ 5 വാക്യം, उसका 5वां वाक्य में ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി ക്രിസ്തു യേശു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയകം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. पहला पत्रोस 2:2-5 पढ़ेंगे। तुम भी आप जीवित पत्थरों के समान आत्मिक घर बनते जाते हो, जिससे याजकों का पवित्र समाज बनकर ऐसे आत्मिक बलिदान चढ़ाओ जो यीशु मसीह के द्वारा परमेश्वर को ग्राह्य है। അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ രൂപാന്തര പ്രക്രിയയിലൂടെ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മളെ ക്രിസ്ത്യാനികളാക്കി തീർക്കുന്ന ഒരു അനുഭവമായിരിക്കും. मतलब क्या है कि हम लोग उस उद्धार के द्वारा, छुटकारे के द्वारा हम लोग प्रतिदिन रूपांतर हो रहे हैं, उस रूपांतर के कार्य के अनुसार मसीह का रूप के बातों का सब काम हम करेंगे। ഒരു ഉദാഹരണം പറയാൻ, एक उदाहरण का है तो ഒനോസിമോസിന്റെ ജീവൻ. ओनेसिमोस का जीवन को जब हम देखें तो താൻ ഒരിക്കൽ ഒരു അടിമയായിരുന്നു. वो एक बार एक गुलाम था, താൻ യജമാനനെ വഞ്ചിച്ചു. लेकिन उसने अपना मालिक को धोखा दिया। എന്നാൽ ഇപ്പോൾ താൻ ക്രിസ്തുവിലായി. लेकिन अभी वो मसीह में आ गया। ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ, मसीह में हो जाने के बाद ഇപ്പോൾ ഇനി ആ യജമാനന് പ്രയോജനമുള്ളതായി മാറാൻ പോകുകയാണ്. अभी वो अपने मालिक के लिए फायदेमंद दास बन जाए, वो ऐसा बदलने जा रहा है। നമ്മൾ ഫിലോമോന്റെ ലേഖനം 15 വാക്യം വായിക്കുമ്പോൾ, फिलेमोन का पुस्तक उसका 11वां वाक्य में അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്ക് നല്ല പ്രയോജനമുള്ളവൻ തന്നെ. आमेन पढ़ेंगे फिलेमोन 11। वह तो पहले तेरे कुछ काम का न था, पर अब तेरे और मेरे दोनों के बड़े काम का है। അപ്പോൾ ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. तो अभी वो तुझे और मुझे दोनों के लिए बहुत फायदेमंद है। അപ്പോൾ ഇന്ന് നമ്മള് ദൈവത്തിന് പ്രയോജനമുള്ളവനായി മാറിയിരിക്കണം. तो इसके लिए आज हम लोग प्रभु के लिए प्रयोजन होने वाला अवस्था में पहुंचना चाहिए। നമ്മള് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മാനപാത്രമായിരിക്കണം. क्योंकि हम लोग प्रभु के लिए फायदेमंद होने का एक मान का पात्र बनना है। നമ്മള് 2 തിമോത്തി 2 അധ്യായം 21 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. दूसरा तिमोथी 2 का 21 में हम पढ़ते हैं, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. पढ़ेंगे दूसरा तिमोथी 2:21। यदि कोई अपने आप को इनसे शुद्ध करेगा तो वह आदर का बर्तन और पवित्र ठहरेगा और स्वामी के काम आएगा और हर भले काम के लिए तैयार होगा। आमेन। അപ്പോൾ നമ്മൾ ചിന്തിക്കണം, इसे तभी हमें सोचना है ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? इधर हो रहा क्या है। നമ്മളുടെ ഓരോ പ്രവൃത്തികളും ആ
കല്ലുകൾ എന്ന പോലെ വിലയേറിയ കല്ലുകൾ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവർക്കും പ്രയോജനമുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പാത്രമായി हमें हमेशा हमारे एक उपयोगी पात्र के समान प्रभु को महिमा हो सके, प्रभु को फायदा हो सके, उस तरह का बातों में कार्यों में करना है। അപ്പോൾ പൊന്ന് വെള്ളി വിലയേറിയ കല്ലിന്റെ കാര്യം മനസ്സിലായോ? तो अभी सोना चांदी और बहुमूल्य पत्थर का बातें आप समझ गए होंगे। ഇതൊന്നും ആ വ്യക്തി ചെയ്യുന്നത് തന്റെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല. और ये बात जब भी जो ये व्यक्ति करता है, ये व्यक्ति अपना खुद का प्रशंसा महिमा के लिए नहीं करता। ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. मैं इसके पहले क्लास में मैंने बताया है, ഈ മൂന്ന് വസ്തുക്കളും ഒളിഞ്ഞ് മറഞ്ഞിരിക്കുന്നവയാണ്. ये तीनों बातें सोना चांदी बहुमूल्य पत्थर, ये छुपा हुआ बातें ഇത് है, മണ്ണിനടിയില്ല. क्योंकि ये मिट्टी के अंदर रहता है। പറയുന്ന സാരം कहने का उद्देश्य ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ഒരിക്കലും സ്വയം വെളിപ്പെടുത്താൻ വേണ്ടിയല്ല, കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്താൻ. क्योंकि ये सब बातों से जो कोई भी व्यक्ति प्रभु का महिमा के लिए भला कार्य करता है, वो व्यक्ति कभी भी खुद का प्रशंसा, खुद को आदर करने के लिए नहीं करेगा, सब बातें प्रभु का महिमा के लिए करेगा। ദൈവമക്കളെ നിങ്ങൾ പരിശോധിക്കണം. इसलिए प्रभु के लोगों ये बात आप परखो। ഇങ്ങനെ അല്ലാതെ വരുന്ന എല്ലാ പ്രവൃത്തികളും इसके अलावा ये छोड़कर कोई भी बातें रहेगा। നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ, പിന്നീട് മരം പുല്ല് വൈക്കോൽ उसके बाद लकड़ी घास भूसा को हम देखते हैं ना, എന്ന് പറഞ്ഞാൽ मतलब क्या, നമ്മുടെ മാനുഷികമായ നമ്മുടെ നൈപുണ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാണന്റെ ഹിതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളെ അവിടെ പറഞ്ഞത് മനുഷ്യന്റെ പ്രവൃത്തി. മരം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവത്തെ കാണിക്കും. वो लकड़ी घास भूसा का स्वभाव मतलब क्या, वो मनुष्य का स्वभाव के हिसाब से अपना प्राण को उत्तेजना कर उसमें कराया हुआ कार्य है। क्योंकि लकड़ी का स्वभाव देखा तो वो मनुष्यत्व को दिखाता है, പുല്ല് ഒരു ജഡികനെ കാണിക്കുന്നതാണ്. वो घास जो है एक शारीरिक व्यक्ति को दिखाता है। വൈക്കോൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിക്കാത്ത നന്മ പ്രവർത്തികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ലോക മനുഷ്യനെ കാണിക്കുന്നതാണ്. और भूसा मतलब क्या, जिसने नया जन्म पाया नहीं है लेकिन विश्वासियों के बीच में भला कार्य कर इज्जत कमाने वाला एक व्यक्ति, അവന് ജീവനില്ല, मतलब उसमें आनंद काल का जीवन नहीं है, प्रभु का जीवन नहीं है। അങ്ങനെയുള്ളവര് എത്രയെല്ലാം ചെയ്താലും ऐसा बात है, ऐसा व्यक्ति जिसमें प्रभु का जीवन नहीं है, वो कितना भी अच्छा काम करे അതെല്ലാം കത്തിപ്പോകും, वो सब जल जाएगा। നമ്മൾ ചിന്തിക്കണം. हमें एक बात समझना है, അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചിട്ട് നമുക്ക് ഈ നിലയിലുള്ള മരം പുല്ല് വൈക്കോൽ എന്നുള്ള നിലയിലുള്ള പ്രവർത്തികൾ നമുക്ക് ധാരാളം ചെയ്യാൻ കഴിയും. इसके लिए अभी हम लोग जो विश्वासी लोग हैं, जिन्होंने नया जन्म पाया है, उन लोग भी चाहिए तो ये लकड़ी घास भूसा का काम भी कर सकते हैं। അപ്പൊ നമുക്കറിയാം ഇത് മൂന്ന് കാര്യങ്ങളും പിന്നെ ഈ പുറത്താ അല്ലെങ്കിൽ ഈ ഭൂമിക്ക് വെളിയില. लेकिन ये लकड़ी घास भूसा का खासियत क्या है, ये सोना चांदी के समान नहीं है, ये भूमि के ऊपर है, मतलब जल्दी से मिल जाने वाला बात है। മരം നമുക്ക് കാണാം, लकड़ी हमें जल्दी दिखता है, നമുക്ക് പുല്ല് കാണാം, हमको घास दिखता है, വൈക്കോൽ കാണാം. अब भूसा भी ऐसे ही सामने पड़ा रहता है। പറയാനൊരു സാരം, मतलब कहने का उद्देश्य ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ വലിയ നീതിമാന്മാരാണ്, പുണ്യവാളന്മാരാണ്, വിശുദ്ധന്മാരാണ്, അങ്ങനെയുള്ള കാണിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തികളായിരുന്നു. ये लकड़ी घास भूसा में करने वाला व्यक्ति का खासियत क्या है, लोगों को दिखाने के लिए कि मैं एक बहुत बड़ा भक्त हूँ, मैं एक बहुत आदरणीय व्यक्ति हूँ, बहुत ही आत्मिक व्यक्ति हूँ, ये सब बात बताने के लिए लकड़ी घास भूसा लेकर एकदम फटक से किया हुआ बातें है। ഇതെല്ലാം സ്വയപ്രശംസയിലായിട്ട് പോവുകയും അതെല്ലാം കത്തിപ്പോകും. और ये सब बातें स्वयं प्रशंसा में से भरकर किया हुआ बात है जो जल्दी जल जाएगा। നമുക്ക് മറ്റുള്ളവരുടെ പ്രശംസ ലഭിച്ച് മറ്റുള്ള മുമ്പിൽ വലിയ നല്ല പുണ്യവാളനായി ജീവിക്കാൻ ശ്രമിക്കുന്നതെല്ലാം അന്ന് കത്തിപ്പോകും. क्योंकि हमें दूसरों के सामने या इज्जत कमाने के लिए, शोहरत कमाने के, देखो ये कितना बड़ा पवित्र आदमी है, इस तरह वाहवाही और तारीफ मिलने वाला कार्य उस मनोभावना में अगर कर रहा है तो वो सब बातें प्रभु के न्याय के दिन जल जाएगा। ആത്മീയ കോണത്തിലെ ഒരുപാട് വിഷയങ്ങൾ ഇനിയും വിസ്തരിച്ച് പറയാനുണ്ട്. आत्मिक दुनिया में लोग किस तरह बातें कार्य करते हैं, उसमें विस्तार में करने के लिए बहुत से बातें हैं। അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ, നാളത്തെ കർത്താവ് സഹായിച്ചാൽ നാളത്തെ ക്ലാസ്സിൽ പറയാം. लेकिन प्रभु ने अगर सहायता किया तो कल के क्लास में वो सब बताऊंगा मैं। ഞാൻ ആഗ്രഹിക്കുന്നത്, लेकिन मेरा आग्रह यह है, ദൈവമക്കളെ, നമ്മുടെ ഒരു പ്രവൃത്തി പോലും അത് നിത്യതയിലേക്ക് പ്രയോജനമില്ലാത്തതായി മാറരുത്. प्रियो, मेरा एक ही आग्रह है कि हम जो भी कार्य करते हैं वो सब बातें अनंतता में पहुंचे, लाभदायक हो, जल ना जाए। നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്ത് അത് നഷ്ടമായി പോയി കഴിഞ്ഞാൽ അതെന്തൊരു ദുഃഖമായിരിക്കും. क्योंकि हमने भला कार्य किया और वो जल गया, वो कितना दुख देगा ना प्रियो। അങ്ങനെ വരരുത്. ऐसा ना हो प्रियो। ചിലപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് പ്രമാണിക്കാൻ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും. हाँ, इसके लिए अगर मैं अभी जो बातें बोल रहा हूँ वो बात आपको अगर मानना है तो शायद उसको आपको दाम देना पड़ेगा। ദൈവമക്കളോട് ഞാൻ പറയട്ടെ, लेकिन मैं बताना चाहता हूँ ആ വില കൊടുക്കുന്ന മാർഗത്തിൽ മാത്രമേ വിജയമുള്ളൂ. वो उस दाम देने का जिस बात पे आप कर रहे हैं वो ही काम में विजय रहेगा। Praise the Lord। ആ പാതയിൽ ധാരാളം യാത്ര ചെയ്യാനായിട്ട് കൃപയാൽ കർത്താവ് എളിയ ദാസനെ ഇടയാക്കിയിട്ടുണ്ട്.
इसलिए उस रास्ते में चलने के लिए प्रभु ने इस दास को चलाया है, सहाया है। ഒരിക്കലും ആരോടും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രശംസിക്കത്തക്ക നിലയിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. इसके लिए मैं कभी भी किसी को दूसरों को मुझे प्रशंसा मिलने वाला बात का कोई भी क्रिया मैंने नहीं किया है। Praise the Lord. प्रभु का स्तुति हो। ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. इसलिए मेरा भी आग्रह यही है कि आप लोग भी उसी मनोभावना में करें। കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നല്ലവനും വിശ്വസ്തനായിട്ടുള്ള ദാസനെ എന്ന് വിളി കേൾക്കാൻ ഇടയാകും. इसलिए प्रभु के सिंहासन के सामने हे विश्वासी योगी, हे भला और विश्वास योग्य दास बुलाए जाने का अवस्था में पहुंचना चाहिए। നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ കിരീടം മറ്റാരും കൊണ്ടുപോകാൻ പാടില്ല. हमें मिला हुआ जो मुकुट है वो कोई और छीन ना ले, ऐसा अवस्था में ना पहुंचे। നമുക്ക് ഒരുക്കിയിരിക്കുന്ന അനേക പ്രതിഫലങ്ങളുണ്ട്, അവ മറ്റാരും കൊണ്ടുപോകാൻ പാടില്ല. हमें मिला हुआ जो भी प्रतिफल है वो कोई और छीन ना ले, ऐसा अवस्था में हम जिए। നാം ചെയ്യേണ്ടത് തക്ക സമയത്ത് നമ്മൾ തന്നെ ചെയ്യണം. हमें जो करना चाहिए वो सही समय में आत्मा की नियुक्ति के अनुसार करें। നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് വേറെ ആൾക്കാരെ എഴുന്നേൽപ്പിക്കേണ്ടി വരും. अगर हमें करने वाला बात अगर हमने नहीं किया तो प्रभु को शायद फिर दूसरे लोगों को उठाना पड़ेगा। അപ്പോൾ നമ്മുടെ കിരീടം നമുക്ക് നഷ്ടപ്പെടും. ऐसा हुआ तो फिर हमें मिलने वाला मुकुट हमें नष्ट हो जाएगा। അങ്ങനെയാ പലർക്കും അവരുടെ കിരീടം നഷ്ടപ്പെടുന്നത്. इसलिए हम देखते हैं ना बहुत सारे लोगों को मुकुट खोना पड़ रहा है, കാരണം അവർക്ക് അവരുടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരായി. क्योंकि उनको जो करने वाला बात था वो लोग ने उसने बोधपूर्वक किया नहीं, അല്ല ചെയ്തെങ്കിൽ തന്നെ ചെയ്യേണ്ട നിലയിൽ ചെയ്തില്ല. या फिर किया तो भी जिस रीति से करना चाहिए था वो रीति से नहीं कर पाया। അതങ്ങനെ വഞ്ചിക്കപ്പെടരുത്. इस तरह धोखा ना खाए। ഞാനത് ഒന്നുകൂടെ കർത്താവിനെ കൃപയിൽ ആശ്രയിച്ച് നാളെ ഒന്നുകൂടെ ആഴമായിട്ട് അത് വിശദീകരിച്ചു തരാം. इस विषय को मैं प्रभु का अनुग्रह से और भी गहराई से कल का दिन दिया तो मैं बताऊंगा। ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. अभी तक जो भी बताया हुआ बातें आप लोगों को याद रहेगा, मैं विश्वास करता ഇന്ന് हूँ। നിങ്ങൾ ദൈവത്തിൽ ഇരുന്ന് ശോധന കഴിക്കണം. और ये सब बातें प्रतिदिन प्रभु की उपस्थिति में रहकर आप परखे। ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ हे प्रभु, अब तक जो भी काम मैंने किया है, കർത്താവിനോടുള്ള ആ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ क्या प्रभु का मसीह का उस प्रेम का विवश होकर ആത്മാവിന്റെ നിയോഗത്തോടെ आत्मा की इच्छा के अनुसार എനിക്ക് ചെയ്യാൻ കഴിയുന്നു. मुझ में करने हुआ क्या, അത് ചെയ്യണം. അത് പരിശോധിക്കണം. वो बात को हमें जांचना है। എനിക്കറിയാം അനേകം കൂട്ടായ്മയ്ക്ക് വരുന്ന പോലും എഴുന്നേക്ക് വാ പോവാം സമയമായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചൊക്കെ പലരും കൊണ്ടുവരുന്നത്. मतलब मैं बहुत लोग संगति में आते समय में भी आराधना के दिन अरे उठो जल्दी उठो, सुबह हो गया, चलो आराधना में जाना, चल जल्दी उठ, तैयार हो जा, इस तरह लोगों को दबाकर धक्का देकर लेकर आते हैं। രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നെങ്കിലും അവർക്ക് ഒരു ഉത്സാഹവും ഇല്ല. उद्धार पाया है, नया जन्म पाया है करके सब बोलते हैं, लेकिन संगति में जाने के लिए कोई उत्साह नहीं है। എന്നാ കൂട്ടായ്മ വന്നു കഴിയുമ്പോൾ और संगति में आने के बाद क्या, എന്തൊരു അഭിനയം. कितना ढोंग करते हैं। അവരെ പോലെ ഭക്തരാരും ഇല്ല. उनका जैसा भक्त और कोई नहीं। എന്തെല്ലാം കള്ളസാക്ഷികളാ क्या क्या झूठा गवाही देते हैं। Praise the Lord. ओ लॉर्ड, വഞ്ചിക്കപ്പെടരുത് ये പ്രിയരേ. प्रियो धोखा ना खाओ। നമ്മൾ ഏത് ആത്മാവിന് അധീനരാണെന്ന് മനസ്സിലാക്കണം. हम लोग किस आत्मा पे हम लोग विनय को चल रहे हैं वो समझना है। നമ്മൾ കർത്താവിന്റെ കാൽ ചുവട് തന്നെയാണോ പിൻപറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം. क्या हमें अभी भी प्रभु के पत्त चिन्हों में हम पीछे हो रहे कि नहीं, उसके पीछे चल रहे कि नहीं, ये बात हमें जांचना है। ഇന്ന് കർത്താവ് വന്നാലും നമുക്കൊരു ന്യായവിധി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. आज प्रभु अगर आएगा तो हमारा भी न्याय होगा, हिसाब देना पड़ेगा, ऐसा एक दिन है करके ना बोलना। ദൈവമക്കൾ ആരും നരകത്തിലേക്ക് പോകുന്നല്ലേ പറഞ്ഞേ. प्रभु के लोग कोई नरक में जाएगा करके मैं नहीं कह रहा, ऐसा नहीं होगा। ഇത് ഈ ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കേണ്ട വിശേഷ വസ്ത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ പോകും. बल्कि इस न्याय के दिन में हमें जो प्रभु इज्जत और गौरव, हमें मिलने वाला प्रतिफल और महिमादायक का वस्त्र, मलमल का वस्त्र, ये सब बातें, प्रतिफल मिलने का बात का, न्यायालय का हिसाब का लेखा देने वाला बातें है वो। ആരും തെറ്റിദ്ധരിക്കരുത്. इसलिए कोई धोखा ना खाना। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करें। കർത്താവ് സഹായിച്ചാൽ വീണ്ടും നമുക്ക് നാളെ കാണാം. प्रभु का अगर इच्छा हुआ तो हम लोग दोबारा कल मिलेंगे। കർത്താവിന്റെ സകല മഹത്വം प्रभु सारा महिमा प्रभु को मिले। കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവർക്കും. प्रभु का अनुग्रह हम सब में बने रहे। आमीन।